ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 95, ലുത്തിനിയ 8. വാഴ്ത്തുമൊഴികൾ 5-ാമത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന്. തിരുസഭയുടെ മാതാവ്, മദർ ഓഫ് ദ ചർച്ച്, മാത്തർ എക്ലേസിയെ എന്ന് ലത്തീനിൽ, മാത്തർ എക്ലേസിയെ. 1980 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ വാഴ്ത്തുമൊഴിയും അപേക്ഷയും ജപമാലയിൽ കോർത്തത്. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തിരുസഭയുടെ മാതാവ്, മദർ ഓഫ് ദ ചർച്ച്. നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താണ്? മിശിഹായുടെ മാതാവ്, ക്രിസ്തുവിന്റെ മാതാവ്, മാത്തർ ക്രിസ്തി. ക്രിസ്തുവിന്റെ മാതാവ് അല്ലെങ്കിൽ മിശിഹായുടെ മാതാവ്. മിശിഹായുടെ മാതാവ് സഭയുടെ മാതാവാണ്. ക്രിസ്തുവിന്റെ മാതാവ് സഭയുടെ മാതാവാണ്. കാരണം എന്താ? സഭ ക്രിസ്തുവിന്റെ തുടർച്ചയാണ്. സഭ ക്രിസ്തുവിന്റെ തുടർച്ചയാണ്. ക്രിസ്തുവിന്റെ തുടർച്ചയാണ് സഭ എന്ന് പറയാൻ നമുക്ക് തിരുവചനങ്ങൾ ഏതാണുള്ളത്? ചില തിരുവചനങ്ങൾ മാത്രം കാണാം. യോഹന്നാന്റെ സുവിശേഷം 19:34-35 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടൻ രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടവൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നുവെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. കർത്താവിന്റെ പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. നിരവധിയായ അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ്. ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ, കുഞ്ഞിനെ പ്രസവിക്കുന്നത് രക്തത്തിലും വെള്ളത്തിലുമാണ്. കർത്താവിന്റെ പാർശ്വം പിളർന്ന്, കർത്താവിന്റെ ഇവിടെ തന്നെയാണ്, ഈ നെഞ്ചിന്റെ അവിടെയാണ് കുത്തിയെന്ന് വിചാരിക്കരുത്. പാർശ്വം എന്നാണ് ശരിക്കും, താഴെയാണ് ഉദരം. അപ്പോൾ പാർശ്വം പിളർന്ന് ഗർഭപാത്രം പിളർന്നു വേണം പറയാം. ആണുങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടോന്നും ചോദിക്കരുത്. ആ അർത്ഥത്തിലാണ് നമ്മൾ ആ ദൈവശാസ്ത്രപരമായി വാക്ക് ഉപയോഗിക്കുകയാണ്. അപ്പൊ ക്രിസ്തു എന്ന ആളുടെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും സഭ പിറന്നു വീഴുകയാണ്. ക്രിസ്തുവിൻ തുടർച്ചയാണ്. ആ രക്തവും വെള്ളം എന്ന് പറഞ്ഞത് ഒരു സ്ത്രീ കുഞ്ഞിന് പ്രസവിക്കുന്ന രക്തവും വെള്ളവും. കർത്താവ് അങ്ങനെ കുരിശുമരണത്തെ ഈ ഒരു സ്ത്രീയുടെ പ്രസവത്തോട് ഉപമിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:21 തന്റെ കുരിശുമരണത്തെ ഒരു സ്ത്രീയുടെ പ്രസവത്തോട് കർത്താവ് ഉപമിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നിറവേറുകയാണ്. കർത്താവിന്റെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും സഭ പിറന്നു വീഴുന്നു. ആ വെള്ളം എന്ന് പറഞ്ഞ മാമോദീസയാണ്, രക്തം എന്ന് പറഞ്ഞ കുർബാനയാണ്. അപ്പോൾ രക്തത്തിലും വെള്ളത്തിലും മാമോദീസായാലും കുർബാനയിലും സഭ പിറന്നു വീഴുന്നു. ക്രിസ്തുവിന്റെ തുടർച്ചയല്ലേ അത്? ക്രിസ്തുവിന്റെ നേർ തുടർച്ചയല്ലേ? അങ്ങനെ സംഭവിക്കുന്നു. തൊട്ട് മുൻപ് യേശു തല ചായച്ച് ആത്മാവിനെ കൈമാറി, യേശു സ്നേഹിച്ച ശിഷ്യന്. അപ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. സമരക്കാരി സ്ത്രീയോട് പറഞ്ഞില്ലേ, ജീവിക്കുന്ന ജലം, ജീവൻ നൽകുന്ന ജലം ഞാൻ നൽകുമെന്ന്. യോഹന്നാൻ 7:37-39 പറഞ്ഞു, തന്നിൽ വിശ്വസിക്കുന്നവർ ഇല്ലേ സ്വീകരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. എന്ത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ അടുക്കൽ വരുന്നവന് കർത്താവ് കുടിക്കാൻ കൊടുക്കുകയാണ് തന്റെ പാർശ്വം പിളർന്ന് ജീവജലം. അത് ആത്മാവാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താണ് സഭ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് സഭ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധ റൂഹയാണ് സഭ. അത് അവന്റെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ ജീവജലമാണ്. അല്ലാതെ ഏതെങ്കിലും പുഴയിലെ വെള്ളത്തിലല്ല, കർത്താവിന്റെ പാർശ്വത്തിൽ ഒഴുകിയ ജീവജലത്തിലാണ് നമ്മൾ മാമോദിസം മുക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കുരിശിന് താഴെ പിടിക്കുന്നത്. ലത്തീൻ സഭയിലാണെങ്കിൽ ഈസ്റ്റർ കാൻഡലിന് താഴെ മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത്. കാരണം എന്താ? കർത്താവിന്റെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ വെള്ളമാണ് കുഞ്ഞിന്റെ തലയിൽ വീഴേണ്ടത്. അപ്പോഴാണ് ഈ കുഞ്ഞ് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത്. അങ്ങനെയാണ് അവനാകുന്ന മുന്തിരിവള്ളിയുടെ ശാഖയാകുന്നത്, അവനാകുന്ന ഒലിവ് വൃക്ഷത്തിന്റെ ശാഖയാകുന്നത്, രക്തത്തിലും വെള്ളത്തിലും. അപ്പോ സഭ പിറന്നു വീഴുന്നത് കർത്താവിന്റെ പാർശ്വത്തിൽ നിന്നാണ്. അതിന് തൊട്ടു മുമ്പാണ് ആത്മാവിനെ കൈമാറുന്നത്. എല്ലാം ക്രിസ്തുവിന് നേരിട്ട ക്രിസ്തുവിന്റെ തുടർച്ചയാണ് സഭ. മോശെ പാറയിൽ നിന്ന് വെള്ളം വരുത്തി എന്ന സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ചുള്ള യഹൂദരുടെ അരാമ്യ പാരമ്പര്യത്തില് വെള്ളം മാത്രമല്ല, വെള്ളവും രക്തവും പുറപ്പെട്ടു എന്നാണ്. പാലസ്തീൻ താർഗും ഓൺ നമ്പേഴ്സ് 20:11. രക്തവും വെള്ളവും. ഈ പാറ ക്രിസ്തുവാണെന്നും അവിടെ നിന്ന് വിശുദ്ധ കുർബാന എന്ന ആധ്യാത്മിക പാനീയവും ആത്മാവും ഒഴുകുന്നുവെന്ന് പൗലോസിക വ്യക്തമാക്കിയിട്ടുണ്ട്. 1 കൊറിന്തോസ് 10:4-ലും 1 കൊറിന്തോസ് 12:13-ലും. യേശുവിന്റെ രക്ഷാകര പ്രവർത്തനത്തിന്റെ ഫലമായി ആത്മാവും ജീവനും ജലവും രക്തവും ദൈവജനത്തിന് ലഭിക്കുന്ന കൈവഴികളാണ് കൂദാശകൾ. അപ്പോൾ കർത്താവ് മരിക്കുന്ന സമയത്ത് തന്നെ കൂദാശകൾ സ്ഥാപിച്ച്, മാമോദിസയും കുർബാനയും സ്ഥാപിച്ച് ആത്മാവിനെ കൈമാറുകയാണ്. ഇതാണ് പ്രവേശക കൂദാശകൾ: മാമോദിസ, സ്ഥൈര്യലേപനം, കുർബാന. ഈ 3 കൂദാശകൾ ഒരുമിച്ച് പരികർമ്മം ചെയ്യണം. എറണാകുളത്ത് അങ്ങനെ ഒരുമിച്ച് പരികർമ്മം ചെയ്യുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ഈ ദൈവശാസ്ത്രം അറിയില്ല.
ലത്തീൻ സഭയിൽ പോലും വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ് പ്രവേശ കൂതാശകൾ ഒരുമിച്ച് കൊടുക്കാൻ. യൂറോപ്പിലൊക്കെ വലിയ ചർച്ചകളാണ്. ഞാൻ പല രൂപതകളിലും പോകുമ്പോഴും അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ അവർ ചോദിക്കും ചോദ്യം ഇതാണ്. ഇവിടെ ചർച്ച നടക്കുന്നുണ്ട്. പഴയ അച്ഛന്മാരൊക്കെ ഇപ്പോഴും പ്രവേശ കൂതാശകൾ 3 ഒരുമിച്ച് കൊടുക്കണമെന്ന് വാദിക്കുന്നവരാണ്. അതായത് 62 മുമ്പുള്ള ആ രീതി വേണമെന്ന് വാദിക്കുന്നവരാണ്. ഈ പക്വതയുടെ കൂതാശ എന്ന് പറഞ്ഞ സംഗതി തന്നെ ബൈബിളിലില്ല. സ്ഥൈര്യലേപനം പക്വതയുടെ കൂതാശ പിന്നീട് ഏതോ തെറ്റായ ദൈവശാസ്ത്രം വന്നതാണ്. പ്രവേശ കൂതാശകളുടെ ഭാഗമായിട്ടാണ് ലത്തീൻ സഭയിലും മാമോദീസയും സ്ഥൈര്യലേപനം കുർബാന ഒരുമിച്ചാണ്. കാരണം ഈ ജീവജലം എന്ന് പറയുന്നത് മാമോദീസയും പരിശുദ്ധാത്മാവുമാണ്. രക്തം എന്ന് പറയുന്ന കുർബാനയാണ്. 3 ഒരുമിച്ച് കൊടുത്താലേ കർത്താവിന്റെ പാശത്തിൽ കൂട്ടിച്ച് ചേർക്കപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാമോദിസ കഴിഞ്ഞ് പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ തിരുരക്തം കൊടുക്കുന്നു. അപ്പൊ ഒട്ടിച്ച് ചേർക്കപ്പെടൽ കറക്റ്റ് ആകില്ല. ഇതൊക്കെ നമ്മുടെ സഭയ്ക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ്, തിരുത്തേണ്ടതുണ്ട്. അപ്പോൾ യേശുവിന്റെ പാർശ്വത്തിൽ നിന്ന് അവന്റെ ഹൃദയാന്തരാളത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സഭ. അതുകൊണ്ടാണ് സഭ കൂതാശയായിരിക്കുന്നത്. സഭ കൂതാശയായതുകൊണ്ടാണ് സഭയിലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളും കൂതാശയായിരിക്കുന്നത്. സഭയെ സൃഷ്ടിക്കുകയും മനുഷ്യത്വത്തെ നവീകരിക്കുകയും ചെയ്യുന്ന പുതിയ ആത്മവർഷമാണ് കർത്താവിന്റെ കുരിശിൽ നടക്കുന്നത്. കർത്താവിന്റെ തുടർച്ചയാണ് സഭ. അതിനാൽ കർത്താവിന്റെ അമ്മ, ക്രിസ്തുവിന്റെ അമ്മ സഭയുടെ അമ്മയാണ്. ഇതേ ഇക്കാര്യം തന്നെ 1 കൊരിന്ത്യർ 12:14 പൗലോസ് കുറച്ചുകൂടി വിശാലമാക്കുന്നുണ്ട്. എന്താണ്? കർത്താവ് തല ഇല്ലേ? കർത്താവ്, ഈ സഭയുടെ തല കർത്താവ്, നമ്മൾ അവന്റെ ശരീരവും അവന്റെ അവയവങ്ങളും. അപ്പോ സഭയെ കർത്താവിന്റെ തലയും ശരീരവുമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സഭ കർത്താവിന്റെ തുടർച്ചയാണ്. നമ്മുടെ തലയുടെ തുടർച്ചയാണ് നമ്മുടെ ശരീരം ഇല്ലേ? തലയുടെ തുടർച്ച. കുഞ്ഞിന്റെ ഉത്ഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം ഇല്ലേ? ആദ്യം രൂപപ്പെടുന്നത് തലയല്ലേ? കയ്യും കാലൊക്കെ പിന്നീടല്ലേ വരുന്നത്. അപ്പൊ ഈ തല, ബ്രെയിൻ, ഹാർട്ട് അങ്ങനെ വരുന്നത്. അപ്പോ കർത്താവാകുന്ന ശിരസും തലയും നമ്മൾ ആകുന്ന ഈ അവന്റെ ശരീരത്തിലെ അവയവങ്ങളും. അപ്പോഴും നമ്മൾ സഭ തുടർച്ചയല്ലേ? സഭ അവന്റെ ശരീരമാണ്, അതിന്റെ തലയാണ് അവൻ. നമ്മളെ ശരീരത്തിലെ അവയവങ്ങള്. ഓരോ അവയവത്തിനും ഓരോ ജോലിയാണ്. എല്ലാ ജോലിയും ഒരു അവയവമല്ല ചെയ്യണേ. അപ്പോൾ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ തുടർച്ചയാണ് എന്ന് വളരെ വ്യക്തമായി തിരുവചനങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ സഭ സ്ഥാപിക്കുന്നത്, കർത്താവ് സ്ഥാപിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സഭ സ്ഥാപിച്ചത് പൗലോസിലേക്കായോ അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിലല്ല, കർത്താവ് യേശുമിശിഹാ തന്നെയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെ വാക്യങ്ങൾ ഇല്ലേ? നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ സഭ പണിയുമെന്നാണ് കർത്താവ് ശിമയോൻ പത്രോസിനോട് പറഞ്ഞത്. ശിമയോന്റെ പേരും അവന്റെ അപ്പന്റെ പേരും മാറ്റുകയാണ് ഇല്ലേ? യോനായുടെ പുത്രനായ ശിമയോനെ. യോഹന്നാൻ എന്നായിരുന്നു അപ്പന്റെ പേര്. യോഹന്നാൻ സുവിശേഷം 21:15-17 നോക്കിയാൽ യോഹന്നാന്റെ പുത്രനായ ശിമയോനെ. ആ അപ്പന്റെ പേര് യോഹന്നാൻ എന്ന് മാറ്റി യോനയാക്കി. കാരണം പുതിയ നിയമത്തിൽ യോന യേശു ക്രിസ്തുവാണ്. യോനാന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം തരികയില്ല. യോന 3 ദിവസങ്ങള് മത്സ്യത്തിനുള്ളിലായിരുന്ന പോലെ മനുഷ്യപുത്രൻ 3 ദിവസങ്ങള് മണ്ണിനുള്ളിൽ ഈ ഭൂമിയുടെ ഗർഭപാത്രത്തിലായിരിക്കും. അപ്പൊ പുതിയ നിയമത്തിലെ യോന യേശു ക്രിസ്തുവാണ്. അവന്റെ മകൻ യോനായുടെ പുത്രൻ ശിമയോൻ, അവന്റെ അപ്പന്റെ പേര് യോഹന്നാനിൽ നിന്ന് യോനയാക്കി മാറ്റി. അവന്റെ പേര് ശിമയോൻ എന്ന് മാറ്റി പാറയാക്കി മാറ്റി. പേത്രോസ്, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രബലപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എറണാകുളത്ത് അവരിങ്ങനെ തലകുത്തി മറിയുന്നുണ്ട് ഈ സഭയ്ക്കെതിരെ പ്രബലപ്പെടാൻ. നടക്കില്ല. അവരുടെ കൂടെ മെത്രാന്മാരുണ്ടായാലും ഈ സഭയ്ക്കെതിരെ പ്രബലപ്പെടാൻ നടക്കില്ല. കാരണം സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് പത്രോസിന്റെ കയ്യിൽ കൊടുത്തിരിക്കുക. സ്വർഗരാജ്യത്തിന്റെ താക്കോല് ഇപ്പൊ ആരുടെ കയ്യിലാ? പത്രോസിന്റെയും പിൻഗാമികളുടെയും കയ്യിലാ. ഏത് തുറക്കണം ഏത് അടക്കണമെന്ന് സഭയെ നിശ്ചയിക്കുന്നത്. അത് വിമത വൈദികരും അൽമായി മുന്നേറ്റക്കാരും തീരുമാനിച്ചാൽ ശരിയാകില്ല. സഭയിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോല് സഭയ്ക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരക കവാടങ്ങൾ, രണ്ടും പ്ലൂറലാ. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ബഹുവചനം, നരക കവാടങ്ങൾ ബഹുവചനം. നരക കവാടങ്ങൾ പ്രബലപ്പെടില്ല, കാരണം സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ സഭയുടെ കയ്യിലാണ്. കാര്യം മനസ്സിലായോ? പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ സഭ നശിക്കാൻ പോകുന്നു, മറിച്ചതാണൊക്കെ തോന്നും. ഈ സഭ ഇതിനേക്കാളൊക്കെ സീറോ മലബാർ സഭ തന്നെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നതിന്റെ 10,000 മടങ്ങ് പീഡനം അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ നശിച്ചു പോകുമെന്ന് കരുതിയിട്ടുണ്ട്. 12-13 നൂറ്റാണ്ടുകളിലൊക്കെ ഈ മുഗൾ രാജവംശങ്ങള് ബീഹാറിലും ഗുജറാത്തിലും സകല സുറിയാനി സഭകളെയും ഉന്മൂലനം ചെയ്തു മുസ്ലിംസ്. എന്നിട്ട് ഇപ്പോഴും അവിടെ നമുക്ക് രൂപതകൾ വന്നിരിക്കുക. അതിങ്ങനെ അതായത് ഇത് നശിച്ചു പോയി, ഈ ജസയുടെ കുറ്റി
ജസ് എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവിന്റെ അപ്പൻ. ആ കുറ്റി ഉണങ്ങിക്കരിഞ്ഞു പോയി എന്ന് വിചാരിച്ചു. പക്ഷെ അവിടുന്ന് ദാവീദിന്റെ പുത്രൻ വരുന്നു. ഇതാണ് സഭ. സീറോ മലബാർ സഭ അങ്ങനെയാണ്, കത്തോലിക്ക സഭ അങ്ങനെയാണ്. അതിനാൽ നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് യൂദാസിന്റെ ഗതി വരും ചെയ്യും. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്തുവാണ് സഭ സ്ഥാപിച്ചത്, പത്രോസ് ആകുന്ന പാറമേൽ. തീർന്നില്ല, ഒരാളല്ല. എഫെസസ് ലേഖനം 2:20 പറയണു, ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ. അപ്പസ്തോലന്മാര് ഒരാളല്ല, പലര്. പ്രവാചകന്മാര്, പൗലോസിനെ പോലുള്ള സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവര്, അവരുടെ അടിസ്ഥാനത്തിന്മേലാണ് കർത്താവ് സഭ സ്ഥാപിച്ചത്. ഒരു സഭയല്ല സ്ഥാപിച്ചത്. അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞ ബഹുസ്വരതയുള്ള ഒരു സഭയാണ് സ്ഥാപിച്ചത്. കർത്താവ് ഒരു സഭ സ്ഥാപിച്ചു, നമ്മൾ പല കഷ്ണങ്ങളാക്കിയെന്നും പറയരുത്. അവർക്ക് ബൈബിൾ അറിയില്ല. യേശു ഒരു സഭ സ്ഥാപിച്ചുള്ളെങ്കിൽ ഒരു അപ്പസ്തോലൻ തെരഞ്ഞെടുത്താൽ മതിയായിരുന്നു പിൻഗാമിയായിട്ട്. എന്തിനാ 12 പേര്? 12 പേര് ഒരാൾ വിട്ടുപോയപ്പോൾ എന്തിനാണ് പത്രോസ് പെന്തക്കോസ്തയ്ക്ക് മുമ്പ് ഒരു ആളെ തെരഞ്ഞെടുത്ത് ആ വേക്കൻസി ഫില്ല് ചെയ്തത്? 12 ബഹുസ്വരത വേണം. അപ്പസ്തോലന്മാരാകുന്ന ബഹുസ്വരത പലരാണ്. പ്രവാചകന്മാര്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു യേശു പണിതു. ഒരു സഭ പല സഭയായിട്ടാണ് കർത്താവ് പണിതത് തന്നെ. അതുകൊണ്ട് ഏക റീത്തും ഏക സഭയൊന്നും കർത്താവിന്റെ മനസ്സിന് ചേരുന്നതല്ല, എത്ര വലിയ ധ്യാനഗുരു പറഞ്ഞാലും. തീർന്നില്ല. സ്വർഗ്ഗത്തെ താക്കോൽ കൊടുക്കുക മാത്രമല്ല ചെയ്തത്. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ നീ പരിപാലിക്കാന്ന് പറഞ്ഞ് പത്രോസിനെ ഈ സഭയുടെ ഇടയനായിട്ട് നിയമിച്ചു. യോഹന്നാന്റെ സുവിശേഷം 20:15-17. പത്രോസ് രക്തസാക്ഷിയായിട്ട് മരിക്കുമെന്ന് കർത്താവ് പ്രവചിച്ചു. അങ്ങനെ കർത്താവിന്റെ മരണത്തോട് ചേർന്ന ഒരു മരണമുണ്ടാകുമെന്ന്. എന്നിട്ട് വേറൊരു കാര്യം കൂടി കുരിശിൽ സംഭവിക്കുന്നുണ്ട്. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മ, അവന്റെ അമ്മയുടെ സഹോദരി, ക്ലോപ്പാസിന്റെ ഭാര്യ മറിയം, മക്തലിനെ മറിയം. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ സ്വീകരിച്ചു. യോഹന്നാൻ അവിടെ നിൽക്കുന്നു എന്ന് എഴുതിയിട്ടില്ല, മറിയം അവിടെ നിൽക്കുന്നു എഴുതിയിട്ടില്ല. യേശുവിന്റെ അമ്മ, യേശു സ്നേഹിച്ച ശിഷ്യൻ. അവര് ചരിത്രപരമായിട്ട് യോഹന്നാനും നസറത്തിലെ മറിയുമാണ്. പക്ഷെ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. ദൈവശാസ്ത്രപരമായിട്ട് യേശുവിന്റെ അമ്മ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് വെച്ചാൽ, യേശു സ്നേഹിച്ച ശിഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ അമ്മയെ അവന്റെ വീട്ടിൽ സ്വീകരിക്കണം അമ്മയായിട്ട്. ഇതാ നിന്റെ അമ്മ. ഇത് തിരുവചനമാണോ അല്ലയോ? പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരെ, യഹോവ സാക്ഷികളെ, നിങ്ങളുടെ ബൈബിളിൽ ഈ വചനമില്ലേ? യേശുവിന്റെ അമ്മയെ യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്ക് അമ്മയായി നൽകിയത് മാത്രമല്ല, യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിന്റെ അമ്മയെ തങ്ങളുടെ വീട്ടിൽ സ്വീകരിക്കണം. ഇത് തിരുവചനമല്ലേ? ചരിത്രം മാത്രമല്ലല്ലോ, ഇന്നും സത്യമാക്കേണ്ട വചനമല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് മറിയത്തെ സ്വീകരിക്കാത്തത്? നിങ്ങളുടെ അമ്മയായി സ്വീകരിക്കാത്ത എന്തുകൊണ്ട്? തിരിച്ചയുടെ അമ്മയായി സ്വീകരിക്കാത്ത എന്തുകൊണ്ട്? തിരുവചനത്തിനെതിരെയല്ലേ നിങ്ങൾ തെറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ പരിശുദ്ധ കന്യകാമരത്തിന്റെ ജനനത്തിരുനാളിനും പിന്നെ ഒക്ടോബർ മാസത്തിൽ ജപമാല ആചരണത്തിനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ മറിയത്തോട് ഭക്തി കാണിക്കാൻ കുറച്ച് കൊന്തചൊല്യം മാത്രം മതിയോ? തീർച്ചയായിട്ടും അത് വേണം. പക്ഷെ സഭയിൽ നിന്ന് വിട്ടുപോയവരെ, പ്രത്യേകിച്ച് മറിയത്തെ ആക്രമിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എന്ത് ചെയ്യും? ചുരുങ്ങിയ പക്ഷം, എന്റെ പുസ്തകം ചെലവാകാൻ വേണ്ടി പറയല്ല ഞാൻ, ചുരുങ്ങിയ പക്ഷം തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ചിട്ട് പെന്തക്കോസ്തക്കാരുടെ ഇടയിലും യഹോവ സാക്ഷികളിലും നിങ്ങൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ. നിങ്ങളുടെ പണം കുറച്ച് ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിൽ നിങ്ങൾ പങ്കാളികളാകൂ. ഒരു ദിവസം അവർ കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരികയും യേശുവിന്റെ അമ്മയെ, തിരുസഭയുടെ മാതാവിനെ അവരുടെ അമ്മയായി അവർ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോഴല്ലേ ഈ മറിയത്തോടുള്ള സ്നേഹവും ഭക്തിയും ശരിയായി പ്രയോഗത്തിലെത്തുക. അങ്ങനെ എത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ചോദ്യമുത്തരം പങ്ക്തിയിലെ ഒരു ചോദ്യമാണ്. ഈ റാപ്ചർ ബിലീവേഴ്സ്, വലിച്ചെടുക്കുന്ന ക്രിസ്തു, റാപ്ചർ ബിലീവേഴ്സ്, അങ്ങനൊരു അബദ്ധ സിദ്ധാന്തമുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടത്. ഇപ്പൊ നമ്മൾ പെന്തക്കോസ്ത ദൈവസഭക്കാരൊക്കെ പറയുന്നവരിൽ ചിലരൊക്കെ ഈ റാപ്ചർ ബിലീവേഴ്സ് ആണ്. എന്താണ് ഈ റാപ്ചർ ബിലീവേഴ്സ്? അതായത് വലിച്ചെടുക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത്, റാപ്ചറിന്റെ ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷാണ് റാപ്ചർ. റപ്ചർ അല്ല, റാപ്ചർ. റപ്ചർ അല്ല, പിളർപ്പല്ല, വലിച്ചെടുക്കുക. റാപ്ചർ, വലിച്ചെടുക്കുന്ന ക്രിസ്തു, റാപ്ചർ. എന്താണ് ഈ ഇങ്ങനെ പറയുന്ന ഒരു അബദ്ധ സിദ്ധാന്തം? അവരുടെ ഈ അബദ്ധ സിദ്ധാന്തം തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തില് 4-ാം അധ്യായം 16-17 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. നമ്മള് സുറിയാനി സഭയില് ശവസംസ്കാരത്തിൽ വായിക്കുന്ന വായനയാണത്. നമ്മള് വീടുകളിൽ
ശവമെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അച്ഛൻ കർമ്മങ്ങൾ നടത്തുമ്പോൾ വായിക്കുന്ന ലേഖന ഭാഗം. പക്ഷെ അതിനകത്ത് ഒരു വാക്കാണ് ഇവര് ഈ പറഞ്ഞ വലിച്ചെടുക്കേണ്ട ക്രിസ്തു എന്നുള്ള ഒരു അബദ്ധ സിദ്ധാന്തം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. 16-17 വാക്യങ്ങൾ. 1 തെസ്സലോനിക്ക 4:16-17. എന്തെന്നാൽ കർത്താവ് തന്നെ ഗംഭീരനാദത്തോടും പ്രധാന മാലകയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിന് എതിരേൽക്കാനായി മേഘങ്ങളിൽ വലിച്ചെടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ഇതില് വലിച്ചെടുക്കപ്പെടും എന്ന വാക്ക്, അതാണ് റാപ്ചർ. ആ വാക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവര് ഈ റാപ്ചർ ബിലീവേഴ്സ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു അബദ്ധ സിദ്ധാന്തക്കാര് വ്യാഖ്യാനിക്കുന്നത്. എന്താണ് അവരുടെ വ്യാഖ്യാനം? ക്രിസ്തു തേജസ്സിൽ വീണ്ടും വരുന്ന സമയത്ത്, പൗലോസ് പറഞ്ഞതാണ്, ക്രിസ്തു തേജസ്സിൽ വീണ്ടും വരുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അവര് വിശുദ്ധരുടെ ഗണത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും. അതായത് അവസാനത്തെ തലമുറ മരിച്ചിട്ടല്ല ഉയർക്കുക, പ്രത്യുത അവർ ശരീരങ്ങൾ പെട്ടെന്ന് തന്നെ തേജസ്സിലേക്ക് എടുക്കപ്പെട്ട് അമരത്വം പ്രാപിക്കും. ഇങ്ങനെയാണ് ഗ്രീക്ക് സഭാപിതാക്കന്മാർ മനസ്സിലാക്കിയതും പൗലോസ് എഴുതിയതും. ഞാൻ ഒന്നുകൂടി പറയാം, ക്രിസ്തു തേജസ്സിൽ രണ്ടാമതും വരുന്ന കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, ആ വരുന്ന സമയത്ത് ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നവര്, അവര് മരിച്ചിട്ടല്ല ഉയർക്കുക, മറിച്ച് അവർ ശരീരങ്ങൾ പെട്ടെന്ന് തന്നെ തേജസ്സിലേക്ക് എടുക്കപ്പെടും, എന്നിട്ട് അമരത്വം പ്രാപിക്കും. ക്രിസ്തു രണ്ടാമതും വരുന്ന തലമുറയിലെ കാര്യം പറയണേ. എന്നാൽ ഇവര് ഈ റാപ്ചർ വിശ്വാസികള് പറയുന്നത് വേറൊരു തരത്തിലാണ്. അവര് പറയുന്നത് അതിനു മുമ്പേ ഈ റാപ്ചർ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് റപ്തൂര എന്ന ലത്തിൻ വാക്കിൽ നിന്നാണ്. തട്ടിക്കൊണ്ടു പോവുക, പിടിച്ചെടുക്കുക എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. അവര് പ്രചരിപ്പിക്കുന്നത് ഈ റപ്തൂര എന്ന വാക്കിന്റെ വെളിച്ചത്തില് അവര് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തു വരും. അതായത് കർത്താവിന്റെ രണ്ടാമത്തെ വരവുണ്ടല്ലോ, അതിനു മുമ്പ് ക്രിസ്തു രഹസ്യത്തിൽ വരും. അതാണ് അവർ പറയണേ. ക്രിസ്തു രഹസ്യത്തിൽ വന്ന് ഈ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ 4 ദിക്കിൽ നിന്നും തന്നിലേക്ക് ബലമായി വലിച്ചെടുക്കും. ഇത് അവരുടെ വ്യാഖ്യാന. രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തു രഹസ്യമായി വന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, അവരെ ലോകത്തിന്റെ 4 കോണുകളിൽ നിന്നും തന്നിലേക്ക് ബലമായി വലിച്ചെടുക്കും. വലിച്ചെടുക്കപ്പെടുന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചതാണ് അവരുപയോഗിക്കുന്ന അടിസ്ഥാനം. അങ്ങനെ പിടിച്ചെടുക്കുന്നത് അന്ത്യകാലത്തെ ക്ലേശങ്ങളിൽ നിന്ന് അവരെ അത്ഭുതകരമായി രക്ഷിക്കാനും ദൈവത്തോടൊപ്പം പരമാനന്ദം അനുഭവിക്കാനാണ്. അപ്പൊ ഇവർ പറയുന്നത് ക്രിസ്തു വരുന്നത് രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തു രഹസ്യമായി വന്ന് തനിക്ക് വേണ്ടപ്പെട്ടവരെ, തനിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഈ അവസാന കാലത്തെ ക്ലേശങ്ങൾ സഹിക്കാതിരിക്കാനായിട്ട് തന്നിലേക്ക് തന്നെ ബലമായി വലിച്ചെടുക്കുമെന്നാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ പിടിച്ചെടുക്കപ്പെടാത്തവര് ഭൂമിയിലെ യുഗാന്ത കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. രഹസ്യത്തിൽ നടക്കുന്ന ഈ വലിച്ചെടുക്കലിന് ശേഷമാണത്രേ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. ഇതാണ് ഈ റാപ്ചർ ബിലീവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിന് എതിരേൽക്കാനായി മേഘങ്ങൾ വലിച്ചെടുക്കപ്പെടും എന്ന് പൗലോസ് പറഞ്ഞത് അവസാനത്തെ തലമുറ മരിക്കാതെ തന്നെ തേജസ്സിലേക്ക് എടുക്കപ്പെടുമെന്നാണ് പൗലോസ് പറഞ്ഞത്. ഇവര് പറയുന്നത് അങ്ങനെയല്ല. ഈ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തു രഹസ്യമായി വന്ന് തനിക്ക് പ്രിയപ്പെട്ടവരെ, താൻ തെരഞ്ഞെടുത്തവരെ തന്നിലേക്ക് ബലമായി വലിച്ചെടുക്കും. എന്തിനാണത്? 2 കാര്യങ്ങൾക്ക്. 1, അന്ത്യകാലത്തെ യുഗാന്തകാലത്തെ ക്ലേശങ്ങൾ അവർ അനുഭവിക്കാതിരിക്കാൻ. 2, ദൈവത്തോടൊപ്പം പരമാനന്ദം അനുഭവിക്കാൻ. ഇങ്ങനെ ക്രിസ്തു രഹസ്യമായി വന്ന് തന്നിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ വലിച്ചെടുത്തതിന് ശേഷമാണ് പരസ്യമായി അവന്റെ രണ്ടാമത്തെ വരവ് വിധിക്കാനായിട്ട്. അങ്ങനെ വരുന്നതിന് മുമ്പ് ഉള്ള ഒരു അവസ്ഥയുണ്ട്. അതില് വിശ്വാസികളെല്ലാം ആ യുഗാന്തകാലത്തെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട എന്ന് കർത്താവ് കരുതുന്ന ആൾക്കാരെ ബലമായി അവൻ വലിച്ചെടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ റാപ്ചർ ബിലീവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരായി ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തുവിലേക്ക് വലിച്ചെടുക്കപ്പെടണമെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വരണം. കാരണം കത്തോലിക്ക സഭ ഇങ്ങനെ ക്രിസ്തുവിന്റെ രഹസ്യത്തിലുള്ള ഒരു വരവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഇതാണ്. അപ്പൊ കത്തോലിക്ക സഭയിൽ നിന്നാൽ നിങ്ങൾ ക്രിസ്തുവിലേക്ക്, രഹസ്യത്തിൽ വരുന്ന ക്രിസ്തുവിലേക്ക് വലിച്ചെടുക്കപ്പെടുകയില്ലെന്നും അവിടുന്ന് പുറത്തു വന്നിട്ട് ഈ റാപ്ചർ ബിലീവേഴ്സിന്റെ കൂടെ കൂടിയാൽ അവരാണ് കർത്താവ് തെരഞ്ഞെടുത്ത ആളുകളെന്നും അവരുടെ രഹസ്യത്തിൽ കർത്താവ് തെരഞ്ഞെടുക്കുമെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇതിന് ഒരു തെളിവ് കൂടി അവർ ഹാജരാക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 40-41 വാക്യങ്ങളാണ്. എന്താണ് ആ വാക്യങ്ങള്? അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 പേർ ഒരു തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. അപ്പൊ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എടുക്കപ്പെടും അവശേഷിക്കും പറഞ്ഞിട്ടുണ്ട്. അതും ഈ റാപ്ചറിനെ കുറിച്ചാണ്. അതായത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള രഹസ്യത്തിലുള്ള വരവിനെ കുറിച്ചാണെന്നാണ് ഇവർ വ്യാഖ്യാനിക്കണേ.
ഇവരുടെ വ്യാഖ്യാനം ശരിയോ തെറ്റോ? തെറ്റ്. എന്തുകൊണ്ട്? ഒന്ന്, രണ്ടാമത്തെ വരവിന് മുമ്പ്, ക്രിസ്തുവിന്റെ പരസ്യമായുള്ള രണ്ടാമത്തെ വരവിന് മുമ്പ് മറ്റൊരു രഹസ്യ വരവിനെ കുറിച്ച് ഒരു തിരുവചനങ്ങളും പഠിപ്പിച്ചിട്ടില്ല. അതായത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് അവന്റെ വരവ് ഈ അന്തരീക്ഷത്തിലെ മിന്നൽ പിണർ പോലെ ആയിരിക്കുന്ന, മിന്നൽ പിണർ ആർക്കെങ്കിലും മറച്ചു വയ്ക്കാൻ പറ്റുമോ? ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പിളരുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത് രണ്ടാമത്തെ വരവ്. പക്ഷെ ഇവര് പറഞ്ഞ രഹസ്യത്തിൽ വരുന്ന ഈ രണ്ടാമത്തെ വരവിന് മുമ്പ്, പരസ്യമായുള്ള വരവിന് മുമ്പ് ക്രിസ്തു രഹസ്യമായി വരുമെന്ന് ഒരൊറ്റ തിരുവചനങ്ങളും പഠിപ്പിച്ചിട്ടില്ല. സഭ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. 2000 വർഷത്തെ ചരിത്രത്തിൽ ആരും, ഒരു സഭാപിതാവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ബൈബിൾ ഒരു സ്ഥലത്തുമില്ല. അപ്പോ രണ്ട് കാര്യങ്ങള്, ഇങ്ങനെ രഹസ്യത്തിലുള്ള വരവിനെ കുറിച്ച് ബൈബിളിലില്ല. രണ്ട്, സഭാപിതാക്കന്മാർ ആരും പഠിപ്പിച്ചിട്ടില്ല. സഭയിൽ ഒരു കാലത്തും ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടായിട്ടില്ല. ഓർത്തഡോക്സ് സഭകള്, ലൂതറൻസ്, ആംഗ്ലിക്കൻ സമുദായങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ക്രൈസ്തവ വിഭാഗങ്ങളും ഇത്തരം പ്രബോധനം നൽകുന്നില്ല. ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ച ചില റാപ്ചർ ബിലീവേഴ്സ് ആണ് ഇത് ഇങ്ങനെ ഒരു സിദ്ധാന്തവുമായിട്ട്, അബദ്ധ സിദ്ധാന്തവുമായി വന്നിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ തെളിവില്ല, സഭാപിതാക്കന്മാരിൽ തെളിവില്ല, ഏതെങ്കിലും സഭയുടെ പ്രബോധനങ്ങളിൽ തെളിവില്ല. അതുകൊണ്ട് തന്നെ അത് തെറ്റായതാണ്. പിന്നെ ഈ 20-ാം നൂറ്റാണ്ടിൽ ദുരൂഹ സാഹചര്യം ഉടലെടുത്ത ഒരു കൾട്ട് സമൂഹത്തിന്റെ വ്യാജ പ്രബോധന ഭാഗമാണിത്. ഈ റാപ്ചർ ബിലീവേഴ്സ് ആണ് 2012 ലോകം അവസാനിക്കുമെന്ന് പ്രചരിപ്പിച്ചത്. മായൻ കലണ്ടറിലൊക്കെ വെച്ചിട്ട് 2012 ലോകം അവസാനിപ്പിക്കുന്ന പ്രചരിപ്പിച്ചത് ഈ റാപ്ചർ ബിലീവേഴ്സ് ആണ്. എന്നിട്ട് ലോകം അവസാനിച്ചോ 2012? ഇതിപ്പോ 2025 അതിനാൽ ഇത്തരം വ്യാജ പ്രബോധനങ്ങളും വ്യാജ വ്യാഖ്യാനങ്ങളിലും കള്ളപ്രബോധനങ്ങളിലും വിശ്വാസികൾ വീടരുത്. ഇനി ഇവർ പറയുന്ന തിരുവചനം ഉപോത്ഭകമായിട്ട്, അതായത് 1 തെസ്സലോനിക്കയ്ക്ക് ഉപോത്ഭകമായിട്ട് പറയുന്ന വാചകങ്ങൾ നോക്കുക. മത്തായി 24, 40, 41 രണ്ടിടത്തും രണ്ട് ക്രിയാപദങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ എടുക്കപ്പെടും എന്നാണ്, എടുക്കപ്പെടും. അതിനുള്ള ഗ്രീക്ക് പദം പാരലംബാനോ എന്നാണ്, പാരലംബാനോ. ഈ എടുക്കപ്പെട്ടവര് നശിച്ചവരാണ്, നശിക്കാനുള്ളവരെയാണ് എടുക്കുന്നത്. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 പേർ തിരിക്കൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നാശത്തിനുള്ളവരാണ് എടുക്കപ്പെടുന്നത്, അല്ലാതെ ക്രിസ്തുവിനോടൊപ്പം പരമാനന്ദം അനുഭവിക്കാൻ യുഗാന്ത ക്ലേശങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. കാര്യം മനസ്സിലായോ? നോഹയുടെ കാലത്തെ കാലയളവിലെ വെള്ളപ്പൊക്കം പോലെ, അതാണ് ഉദാഹരണം കാണിക്കുന്നത് കർത്താവ്. ഈ യഹൂദ യുദ്ധകാലത്ത് സ്ഥിതിവിശേഷം അവതരിപ്പിക്കുകയാണ് കർത്താവ്. നീതിമാനെന്ന നോഹയും അദ്ദേഹത്തിന്റെ കുടുംബവും ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു, അവശേഷിച്ചു. നോഹയും അദ്ദേഹത്തിന്റെ കുടുംബവും ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു, അവരാണ് അവശേഷിച്ചവര്. അതിന്റെ തലമുറയിൽ ദുഷ്ടര് ജലപ്രളയത്തിൽ കുടുങ്ങി പിടിക്കപ്പെട്ടു. നോഹയുടെ കാലത്തെ തലമുറയിലെ ദുഷ്ടന്മാരാണ് ജലപ്രളയത്തിൽ കുടുങ്ങി പിടിക്കപ്പെട്ടത്. അവിടെ പിടിക്കപ്പെടും എന്നാണ് ശരിക്ക്, എടുക്കപ്പെടുന്നല്ല ശരിക്ക്, പിടിക്കപ്പെടുന്നതാണ്. ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളഞ്ഞുവെന്നാണ് 24:39 മത്തായി 24:30 കർത്താവ് പറയണേ. 2 പത്രോസ് 2:4-10 കാണാം. ഇതുപോലെ ഒരാള് യഹൂദ യുദ്ധകാലത്ത് ഒരാള് തടവുകാരനായി പിടിക്കപ്പെടും, മറ്റേയാള് രക്ഷപ്പെടും. ഒരുവളെ പിടികൂടും, മറ്റേയാൾ സ്വതന്ത്രയാക്കപ്പെടും. അവിടെ പിടിക്കപ്പെടുന്നവരാണ് നശിച്ചവര്, നശിക്കാൻ വേണ്ടിയാണ് പിടിക്കുന്നത്. കാര്യം മനസ്സിലായി? അപ്പോ അവിടെ എടുക്കപ്പെടുമെന്ന വാക്ക് ഈ വലിച്ചെടുക്കപ്പെടുമെന്നതിന് ഒട്ടും ചേരുന്ന വ്യാഖ്യാനമല്ല. തെസലോനിക്ക ലേഖനത്തിൽ പൗലോസ് ഉപയോഗിച്ച വാക്ക് ഹർപ്പാഗെ സ്വമേത്ത എന്നാണ്. ഹർപ്പാഗെ സ്വമേത്ത, പിടിച്ചെടുക്കുക, ബലം പ്രയോഗിച്ച് പിടിയിലാക്കുക, വലിച്ചെടുക്കുക എന്നൊക്കെയാണ് അതിന്റെ അക്ഷരികൾ. ഹർപ്പാക്സോ എന്ന വാക്കാണ് ഈ അതിന്റെ മൂലധാതു, ഹർപ്പാക്സോ. തീർച്ചയായും തടുക്കാനാകാത്തതും പെട്ടെന്നുള്ളതുമായ ഒരു വലിച്ചെടുക്കലാണിത്. അത് പക്ഷെ രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തു രഹസ്യത്തിൽ വന്ന് വിശ്വാസികൾ തട്ടിക്കൊണ്ടുപോകുന്നതല്ല. പ്രത്യുത ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന്, അതായത് പരൂസിയാക്കി സാക്ഷികളാകുന്ന അവസാനത്തെ തലമുറ ശാരീരിക മരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമെന്നും അവരുടെ ശരീരം നേരെ അങ്ങ് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് വലിച്ചെടുക്കപ്പെടുമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അല്ലാതെ രഹസ്യത്തിൽ വന്നിട്ടുള്ള ഒരു റാപ്ചർ അല്ല. 1 കൊരിന്ത്യർ 15:50-53 ഈ കാര്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉപസംഹരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ദ്വിതീയ ആഗമനത്തിന് സാക്ഷികളാകുന്ന അവസാനത്തെ തലമുറയുടെ കാര്യമാണ് പറയണേ. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് സാക്ഷികളാകുന്ന അവസാനത്തെ തലമുറ, അല്ലാതെ അവന്റെ വരവിന് മുമ്പ് രഹസ്യത്തിൽ നടക്കുന്ന ഒരു വലിച്ചെടുക്കലിനെ കുറിച്ചല്ല. ഈ അവസാനത്തെ തലമുറ ക്രിസ്തുവിന്റെ വരവിന്, രണ്ടാമത്തെ വരവിന് സാക്ഷികളാകുന്ന, പരൂസിയാക്കി സാക്ഷികളാകുന്ന അവസാനത്തെ തലമുറ ശാരീരിക മരണം മരിക്കില്ല. ശാരീരിക മരണത്തെ മാറ്റി നിർത്തപ്പെടുകയും അവർ ശരീരത്തോടു കൂടി നേരെ അങ്ങ് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യും.
അതൊരു പെട്ടെന്നുള്ളതും വലിച്ചെടുക്കുന്ന ഇല്ലേ, ഒരല്പം നിർബന്ധിച്ചുള്ളതും ആണ് ശരിക്കും. പക്ഷെ ഇത് അവസാനത്തെ തലമുറയുടെ കാര്യം പറയണേ. അല്ലാതെ അതിനു മുമ്പ് ക്രിസ്തു രഹസ്യത്തിൽ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന, തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പരിപാടിയല്ല. അപ്പൊ ഈ റാപ്ചർ ബിലീവേഴ്സ് നമ്മുടെ നാട്ടിലെ കുറെ പേരുണ്ട്. ഈ എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇടുന്ന ചിലർക്കൊക്കെ രണ്ടാമതാകണം ഞങ്ങൾക്ക് പറയുമ്പോഴൊക്കെ അവർ കമന്റ് ഇടും, ഈ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പുള്ള ആഗമനത്തെ കുറിച്ച് എന്താണ് അച്ഛൻ പറയാത്തതെന്ന്. ആ ആഗമനത്തെ കുറിച്ച് ബൈബിളിലില്ല. ക്രിസ്തു രഹസ്യമായി വരുന്നതിനെ കുറിച്ച് ബൈബിളിലില്ല. അവർ പഠിപ്പിക്കുന്ന തെറ്റായ പ്രബോധനമാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നമ്മുടെ നാട്ടിലെ പെന്തക്കോസ്തക്കാർക്കും യഹോവസാക്ഷികൾക്കും അതുപോലെയുള്ള ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ അവരുമായി ഒരു സംഭാഷണം നിങ്ങൾ പോകുക, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. ഞാൻ വീണ്ടും വരാം. നമുക്ക് സത്യപ്രബോധനം പഠിപ്പിച്ച് ഈ നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയവർ മുഴുവൻ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള സമയമാണിത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം കർദിനാൾ പാറേക്കാട്ടിലും കൽദായ റീത്തും, എറണാകുളം അങ്കമാലി അതിരൂപതയിലും അതിനോട് ചേർന്ന് നിന്ന് മറ്റു ചില രൂപതകളിലും വളരെ എന്താ പറയുക, ചൂട് പിടിച്ച ചർച്ചകൾ നടക്കുന്ന ചില വാക്കുകളുണ്ട്. കൽദായ വൽക്കരണം, പിന്നെ സുറിയാനി ഭാഷയ്ക്കെതിരെ കുറെ പേര് ലേഖനങ്ങൾ, വീഡിയോസൊക്കെ ചെയ്യുന്നു. ഞാൻ പലതിനും മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൽദായവൽക്കരണം ഞങ്ങൾ എതിരാണ്, കൽദായവാദികൾ, കൽദായ കൂറന്തായികൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികര് ഉയർത്തുന്ന ഈ കൽദായവൽക്കരണം എന്നുള്ള ആ വിചിത്രവാദത്തിന് തങ്ങളുടെ താത്വിക ആചാരനായിട്ട് കാണുന്നത് കർദിനാൾ പാറേക്കാട്ടിലാണ്. അദ്ദേഹം ഭാരതീയ റീത്ത്, ഭാരതീയ പൂജ, ഇന്ത്യൻ മാസ് ഇങ്ങനെ പലതിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് വിശുദ്ധനായിട്ട് പാറേക്കാട്ടിൽ പിതാവ് മാത്രമേ ഉള്ളൂ എന്നൊരു മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. ഇവർക്ക് പിന്തുണയുമായിട്ട് മറ്റു ചില രൂപതകളിലും സഭയോട് ചേർന്ന് നിൽക്കാത്ത ആളുകൾ വരുന്നുണ്ട്. അവരുടെയും താത്വിക ആചാര്യൻ പാറേക്കാട്ടിൽ പിതാവ് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പാറേക്കാട്ടിൽ പിതാവ് കൽദായ റീത്തിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചരിത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. സീറോ മലബാർ സഭയുടെ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് വൈദിക മേലധ്യക്ഷന്മാരുടെ സംയുക്ത ഇടയലേഖനം എന്ന തലക്കെട്ടില് 1962 ജൂൺ 18 പ്രസിദ്ധപ്പെടുത്തിയ ഇടയലേഖനം, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. അതിന്റെ പകുതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. 1962 ഞാൻ ജനിക്കുന്നതിന് 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് രണ്ടാം വത്തിക്കാൻ സൂനോദോസ് തുടങ്ങിയ വർഷം 1962 ആ വർഷമാണ് സീറോ മലബാർ സഭയുടെ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് വൈദിക മേലധ്യക്ഷന്മാരുടെ സംയുക്ത ഇടയലേഖനം ഇറങ്ങുന്നത്. 1962 ജൂൺ 18 അക്കൊല്ലം ജൂലൈ മാസം 3 ഈ സീറോ മലബാർ സഭയുടെ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം നടപ്പിലാക്കിയത്. അതിനു മുമ്പായിട്ടാണ് ഈ സംയുക്ത ഇടയലേഖനം ഇറങ്ങിയത്. ആ ഇടയലേഖനത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എറണാകുളം മെത്രാപ്പോലിത്ത ജോസഫ് പാറേക്കാട്ടില്, ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്ത മാത്യു കാവുക്കാട്ട്, തൃശൂർ മെത്രാൻ ജോർജ് ആലപ്പാട്ട്, കോട്ടയം മെത്രാൻ തോമസ് തറയില്, പാലാ മെത്രാൻ സെബാസ്റ്റ്യൻ വയലിൽ, തലശ്ശേരി മെത്രാൻ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി, കോതമംഗലം മെത്രാൻ മാത്യു പോത്തനാമൊഴി എന്നിവരാണ്. ഇങ്ങനെ 7 മെത്രാന്മാര് ഒപ്പുവെച്ച്, മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരും ഒപ്പുവെച്ച ഒരു സംയുക്ത ഇടയലേഖനം. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ സീറോ മലബാർ റീത്തിലെ കർമാനുഷ്ഠാന ക്രമം സംബന്ധിച്ച ചില പുനരുദ്ധാരണ നടപടികൾ നടന്നു വരുന്നത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഏവം വിധം പുനരുദ്ധരിക്കപ്പെട്ട പൊന്തിഫിക്കൽ 4 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരണമായി. തിരുക്കർമാനുഷ്ഠാനങ്ങൾ വിശ്വാസികൾക്ക് കൂടി മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവയിൽ മലയാള ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള അനുമതിയും പരിശുദ്ധ സിംഹാസനം നമുക്ക് നൽകുകയുണ്ടായി. അതനുസരിച്ചാണ് പട്ടം കൊടുക്കൽ ശുശ്രൂഷ മലയാളത്തിൽ നടപ്പാക്കിയത്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതും എല്ലാ വിശ്വാസികളെയും നേരിട്ട് ബാധിക്കുന്നതുമായ ഒരു നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്. പുനരുദ്ധരിക്കപ്പെട്ട നമ്മുടെ കുർബാന മലയാളത്തിൽ നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാളിൽ ജൂലൈ 3 അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഈ ഇടയലേഖനം വഴി ഞങ്ങൾ പ്രഖ്യാപനം ചെയ്തുകൊള്ളുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പ്രസക്തമല്ലാത്ത ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. പിന്നെ വീണ്ടും ഇടയലേഖനത്തിൽ
ക്രൈസ്തവ സഭയിൽ ആരംഭകാലത്ത് തന്നെ രൂപമെടുത്ത് കാലാന്തരത്തിൽ പൂർണ്ണ വികാസം പ്രാപിച്ചിട്ടുള്ള റീത്തുകൾ പ്രധാനമായി അന്ത്യോക്യൻ, അലക്സാണ്ട്രിയൻ, ലത്തീൻ, ബിസന്റൈൻ, കൽദായ, അർമേനിയൻ, അങ്ങനെ 6 എന്നീ 6 ഗണത്തിൽപ്പെട്ടവയാണ്. ഞാനിത് പല 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 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. റീത്തുകളുടെ വൈവിധ്യം തിരുസഭയുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല. റീത്തുകളുടെ വൈവിധ്യം തിരുസഭയുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല. ഇത് മഞ്ഞാക്കലച്ചനോടും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ ഏകറീത്ത് വാദക്കാർ ഇത് കേൾക്കണം. പാറക്കാട്ടിൽ പിതാവ് 1ാമതോ ഒപ്പിട്ട ഇടയലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, റീത്തുകളുടെ വൈവിധ്യം തിരുസഭയുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല. സഭയുടെ പുരാതനത്വത്തെയും സാർവത്രികതയെയും അത് പ്രകടമാക്കുന്നു. അതിനിടയ്ക്ക് ഒരു വാചകം കൂടിയുണ്ട്. പ്രത്യേക അത് സഭയുടെ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്ന മഹത്തായ അലങ്കാരമത്രേ. ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. റീത്തുകളുടെ വൈവിധ്യം തിരുസഭയുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല. പ്രത്യേക അത് സഭയുടെ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്ന മഹത്തായ അലങ്കാരമത്രേ. സഭയുടെ പുരാതനത്വത്തെയും സാർവത്രികതയെയും അത് പ്രകടമാക്കുന്നു. പരിശുദ്ധ പിതാവ് 9ാം പിയൂസ് മാർപ്പാപ്പ 1853 ചെയ്തൊരു പ്രഭാഷണത്തിൽ ഇപ്രകാരമാണ് പ്രസ്താവിച്ചത്: ഈ റീത്തുകൾ അധിക പങ്കും നമുക്ക് സഭാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളവയാകയാൽ അവയുടെ പുരാതനത്വം മൂലം അവ പ്രത്യേക ബഹുമാനത്തിന് അർഹമാണ്. അവയെല്ലാം പരിരക്ഷിക്കപ്പെടുകയും സമാദരിക്കപ്പെടുകയും വേണം. ഈ ബാഹ്യ ചിഹ്നങ്ങൾ മൂലം ക്രിസ്തുവിന്റെ നിർമ്മല മണവാട്ടി വിസ്മരണീയമായ വൈവിധ്യം പ്രദർശിപ്പിക്കുന്നു എന്നും യാതൊരു തരത്തിലും അത് അവളുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല എന്നും നമ്മുടെ മുൻഗാമികൾ ഗ്രഹിച്ചിരുന്നു. സഭ രാജ്യസീമകൾ കടന്ന് സകല ജനപദങ്ങളെയും വർഗങ്ങളെയും ആശ്ലേഷിക്കുകയും ഭാഷയിലും ആചാരങ്ങളിലും ആരാധനക്രമങ്ങളിലും വ്യത്യസ്തങ്ങളെങ്കിലും ഒരേ വിശ്വാസത്തിൽ അവരെ സംയോജിപ്പിക്കുകയും ചെയ്തു പോന്നു. ഇത് മാർപ്പാപ്പയുടെ വാക്കുകളാണ്, 9ാം പിയൂസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. വീണ്ടും സംയുക്ത ഇടയലേഖനത്തിൽ നിന്ന്, ആകയാൽ വിവിധ റീത്തുകൾ അന്യൂനം പരിരക്ഷിക്കപ്പെടണമെന്നതാണ് തിരുസഭയുടെ ആദർശം. പാറക്കെട്ട് പിതാവ് 1ാമതോ ഒപ്പിട്ട സംയുക്ത ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ആകയാൽ വിവിധ റീത്തുകൾ അന്യൂനം പരിരക്ഷിക്കപ്പെടണമെന്നാണ് തിരുസഭയുടെ ആദർശം. അതുകൊണ്ടാണ് ഓരോ റീത്തും അതതിന്റെ പ്രത്യേകതകൾ നഷ്ടപ്പെടുത്താതെ അഭംഗം നിലനിർത്തുന്നതിന് സഭ നിഷ്കർഷിക്കുന്നത്. എന്നാൽ റീത്തുകളെ വളരാൻ അനുവദിക്കാതെ ഒരു നിശ്ചലാവസ്ഥയിൽ അവയെ നിർത്തുന്നു എന്നല്ല ഇതിനർത്ഥം. റീത്തുകളും ആരാധനാക്രമങ്ങളും കാലത്തിനൊത്ത് വളരുക തന്നെ വേണം. മനുഷ്യന് ദൈവത്തോടുള്ള കടപ്പാടുകളുടെ ബാഹ്യ പ്രകടനമാണല്ലോ ആരാധന. മനുഷ്യ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന ചേതോ വികാരങ്ങളുടെ നൈസർഗികമായ ഒരു പ്രവാഹമാണതെന്ന് പറയാം. അതുകൊണ്ട് ആരാധനക്രമങ്ങൾ അവയുടെ ആകൃതിയിലും പ്രകൃതിയിലും ഭാഷയിലും വേഷത്തിലും ആംഗ്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കാലോചിതമായ വളർച്ച പ്രാപിച്ചേ മതിയാകൂ. അത് സഭ അനുകൂലിക്കുകയും അഭിലഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഏതെങ്കിലും റീത്തിന്റെ ഘടനയ്ക്കും സ്വഭാവത്തിനും യോജിക്കാത്തതായ പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകളും അനുകരണങ്ങളും സഭ അംഗീകരിക്കുന്നില്ല. ഇത് എറണാകുളത്ത് എല്ലാവരും കേൾക്കേണ്ടതാണ്. പാറക്കെട്ടിൽ പിതാവ് ഒപ്പുവെച്ച ഒന്നാമത് ഒപ്പുവെച്ച സംയുക്ത ഇടയലേഖനത്തിലെ വാചകമാണ്: ഏതെങ്കിലും റീത്തിന്റെ ഘടനയ്ക്കും സ്വഭാവത്തിനും യോജിക്കാത്തതായ പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകളും അനുകരണങ്ങളും സഭ അംഗീകരിക്കുന്നില്ല. ഈ സിനഡൻ സിനഡാലിറ്റിയെ കുറിച്ചുള്ള ഒരു തെറ്റായ വ്യാഖ്യാനം നമ്മുടെ അൽമായ മുന്നേറ്റ നേതാവ് കൊടുത്തിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് വാക്കുകളുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണ്. നൈസർഗികമായ വളർച്ചയ്ക്ക് ചേർന്ന് ചേർക്കാവൂ. നൈസർഗികമായത് എന്ന് വെച്ചാൽ ഓർഗാനിക് ആയിട്ട് ജൈവികമായിട്ടുള്ളത്. ഓരോ റീത്തിന്റെ ഘടനയ്ക്കും സ്വഭാവത്തിനും യോജിക്കാത്ത ഒരു പരിഷ്കാരവും പറ്റില്ല. അപ്പോൾ ഈ തീർച്ചയായിട്ടും കാലോചിതമായ വളർച്ച വേണം. പക്ഷെ കാലോചിതമായ വളർച്ച എന്ന് പറയുന്നത് റീത്തിന്റെ ഘടന തന്നെ മാറ്റിക്കളയുന്ന, സ്വഭാവം തന്നെ മാറ്റിക്കളയുന്ന പരിഷ്കാരങ്ങളല്ല. ഞാനന്ന് സൂചിപ്പിച്ചായിരുന്നു, പ്ലാവിനോട് മാവ് ഒട്ടിച്ച് ചേർക്കാൻ പറ്റില്ല. ഒട്ടുപ്ലാവ് ഉണ്ടാകാം, ഒട്ടുമാവ് ഉണ്ടാകാം. പക്ഷെ പ്ലാവിനോട് മാവ് ഒട്ടിച്ച് ചേർത്ത് ശരിയാകുമോ? അപ്പൊ അത് നൈസർഗികമല്ല, ആർട്ടിഫിഷ്യലാണ്. അങ്ങനെ പാടില്ല. സഭയുടെ ഔദ്യോഗികമായ നിലപാട് മാർപ്പാപ്പമാരുടെ തിരുവെഴുത്തുകളിലും നിർദ്ദേശങ്ങളിലും വ്യക്തമായി കാണാവുന്നതാണ്. 14ാം ബെനഡിക്തോസ് മാർപ്പാപ്പ 1743 ഗ്രീക്ക് സഭയ്ക്ക് അയച്ച ഡിമാൻഡാത്തും ചെലിത്തുസ് എന്ന തിരുവെഴുത്തിൽ പറയുന്നു:
ഗ്രീക്ക് സഭയുടെ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും സംബന്ധിച്ച് പൊതുവായി നാം ആജ്ഞാപിക്കുന്നത് ആദ്യമായി യാതൊരാളും പാത്രിയാർക്കിസോ മെത്രാനോ ആര് തന്നെ ആയാലും അവയുടെ കൃത്യവും പൂർണ്ണമായ ആചരണത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ യാതൊന്നും മാറ്റുകയോ പരിഷ്കരിക്കുകയോ ചെയ്യരുതെന്നാണ്. 1743 ഗ്രീക്ക് സഭയ്ക്ക് അയച്ച മാർപ്പാപ്പയുടെ കത്തിന്റെ ഭാഗമാണ് പറയുന്നത്. പാത്രിയാർക്കിസോ മെത്രാനോ ആര് തന്നെയായാലും അവിടെ കൃത്യവും പൂർണ്ണമായ ആചരണത്തെ തടസ്സപ്പെടുന്ന വിധത്തിൽ യാതൊന്നും മാറ്റുകയോ പരിഷ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. മാർപ്പാപ്പയുടെ കൽപ്പനയാണ്. ഇൻ സുപ്രേമ പേത്രി അപ്പസ്തോലിച്ചി എന്ന 9-ാം പിയൂസിന്റെയും പ്രക്ലാര ഗ്രാത്തുലാസിയോണിസ് ഓറിയന്താലിം ദിഗ്നിതാത്തിസ് 1804 എന്നീ 13-ാം ലയോൻ മാർപ്പാപ്പയുടെയും ഓറിയന്താലിസ് എക്ലേസിയം ദേയി 1923 എന്ന 11-ാം പിയൂസിന്റെയും ഓറിയന്താലിസ് എക്ലേസിയെ 1944 എന്ന 12-ാം പിയൂസിന്റെയും വിശ്വലേഖനങ്ങളിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതീത കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും റീത്ത് സംബന്ധിച്ച് അനാശാസ്യമായ വ്യതിയാനങ്ങൾക്കിടയായിട്ടുള്ളത് സഭയുടെ നിലപാട് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി പ്രയോഗിക്കാതിരുന്നത് കൊണ്ടാണ്. ഇത് പാറക്കെട്ട് പിതാവ് ഒപ്പുവെച്ച രേഖയാണെന്ന് ഞാൻ പറയണേ കേട്ടോ. അതിൽ നിന്നാണ് വായിക്കണേ. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത്. എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും കൽദായവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ആ കൽദായവൽക്കരണത്തിനെതിരെ നിന്നത് പാറക്കെട്ടിൽ പിതാവെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അവർ കേൾക്കാൻ വേണ്ടി ഞാൻ വായിക്കുന്നത്. പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത്. അതിനെ പൗരസ്ത്യ സുറിയാനി റീത്തെന്നും മെസപ്പൊട്ടോമിയൻ റീത്തെന്നും പേർഷ്യൻ റീത്തെന്നും വിളിക്കാറുണ്ട്. കൽദായ റീത്തിന് പ്രശസ്തമായ പല പ്രത്യേകതകളുമുണ്ട്. കൽദായ റീത്തിന് നമ്മുടെ കൽദായ റീത്താണെന്നാണ് പാറക്കെട്ട് പിതാവ് പറയണേ. ജെറൂസലമിലെ ആദിമസഭ ഉപയോഗിച്ചിരുന്നത് സുറിയാനി ഭാഷയായിരുന്നതുകൊണ്ട് എബ്രായ പാരമ്പര്യങ്ങളോടും വേദഗ്രന്ഥങ്ങളോടും അടുത്ത ബന്ധമാണ് അതിനുള്ളത്. തീർച്ചയായിട്ടും അരാമിയ ഭാഷയായിരുന്നു. ഈ അരാമിയയുടെ മറ്റൊരു വകഭേദമാണ് സുറിയാനി. കൂടാതെ കൽദായ സുറിയാനി റീത്ത് രൂപമെടുത്ത എദേസ നഗരം ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്ര പഠനത്തിന്റെയും വേദപുസ്തക അധ്യയനത്തിന്റെയും ഒരു വിസ്തൃത കേന്ദ്രമായിരുന്നു. അപ്പോൾ യെറൂസലേമില് ഞാൻ പലപ്പോഴും പറയാറുള്ള സംഗതിയാണ്, ഈശോ മിശിഹ സീറോ ഫിനീഷ്യൻ എന്ന് പറഞ്ഞാല് സുറിയാനി ഭാഷ സംസാരിക്കുന്ന അവളോട് സംസാരിച്ച സുറിയാനി ഭാഷയിലല്ലേ? കർത്താവ് അരാമിയ ഭാഷയും സുറിയാനി ഭാഷയും സംസാരിച്ചിരുന്നു എന്ന് ബൈബിളിൽ തെളിവല്ലേ അത്? മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം ഞാൻ ഈ പറയണേ, സീറോ ഫിനീഷ്യൻ സ്ത്രീ. അപ്പം സുറിയാനി സംസാരിച്ചിരുന്ന ഒരു സ്ത്രീയോട് കർത്താവ് എങ്ങനെ സംസാരിച്ചു? സുറിയാനി ഭാഷയിൽ. അപ്പോൾ യെറൂസലേമിലെ ആദിമസഭ ഉപയോഗിച്ച സുറിയാനി ഭാഷ ആയിരുന്നത് കൊണ്ടും എബ്രായ പാരമ്പര്യങ്ങളോടും വേദഗ്രന്ഥങ്ങളോടും അടുത്ത ബന്ധമാണ് അതിനുള്ളത്. കൂടാതെ കൽദായ സുറിയാനി റീത്ത് രൂപമെടുത്ത എദേസ നഗരം ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്ര പഠനത്തിന്റെയും വേദപുസ്തക അധ്യയനത്തിന്റെയും ഒരു വിസ്തൃത കേന്ദ്രമായിരുന്നു. ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾക്ക് കിടനിൽക്കുന്ന സെമിറ്റിക് എബ്രായ യഹൂദ സംസ്കാരത്തിന്റെ ആസ്ഥാനവും എദേസയായിരുന്നു. ഈ അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് കൽദായ സുറിയാനി റീത്ത് തികച്ചും പൗരസ്ത്യമായ ഒരു സംസ്കാര വിശേഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ ഒന്നുകൂടി വായിക്കുക. ഈ അന്തരീക്ഷത്തിൽ വളർന്നു വന്നതുകൊണ്ട് അതിന്റെ കാരണങ്ങളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കൽദായ സുറിയാനി റീത്ത് തികച്ചും പൗരസ്ത്യമായ ഒരു സംസ്കാര വിശേഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കൽദായ സുറിയാനി റീത്താണ് സീറോ മലബാർ സഭയുടേത്. പിന്നെ അതിന് പിന്നെയും കൽദായവൽക്കരണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉപജ്ഞാതാവ് പൗത്തിൽ പിതാവ് എന്നൊക്കെ പറയുന്നത് ഈ പാറക്കട്ടിൽ പിതാവിനോട് ചെയ്യുന്ന ഒരു തെറ്റായ ഒരു അനീതിയായിരിക്കും. ഇതത്രയും നമ്മുടെ പുരാതനമായ റീത്ത്. ഏത്? കൽദായ സുറിയാനി റീത്ത്. അതാണ് നമ്മുടെ റീത്ത്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ നാം വിദേശ ലത്തിൻ മെത്രാന്മാരുടെ ഭരണത്തിന് കീഴിലായപ്പോൾ നമ്മുടെ റീത്ത് സംബന്ധിച്ചും ചില വ്യതിയാനങ്ങൾ ഉണ്ടായി. ഉദയം പേര് സൂനോദസിന്റെ നടപടികളും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ചരിത്രദൃഷ്ടിയ പഠനം നടത്തിയാൽ ഇപ്പോൾ നാം ഉപയോഗിച്ചു പോരുന്ന ആരാധനക്രമത്തിൽ വന്നു ചേർന്നിട്ടുള്ള വ്യതിയാനങ്ങളുടെ കാരണങ്ങളും പ്രേരണകളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാലാന്തരത്തിൽ നമുക്ക് കേരള സിറിയൻ ഹൈറാർക്കി സ്ഥാപിച്ചു കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മുടെ റീത്ത് സംബന്ധിച്ചുള്ള പുനരുദ്ധാരണ സംരംഭങ്ങൾക്ക് സൗകര്യം കൈവന്നുള്ളൂ. ആ 2 വാചകത്തിൽ ചരിത്രം മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഉദയം പേര് സൂനോദോസും മുമ്പും പിമ്പും ആയിട്ടുള്ള സംഗതികൾ. സീറോ മലബാർ റീത്ത്
അതിന്റെ പുരാതന നൈർമല്യത്തിൽ നിലനിർത്തുന്നതിന് വേണ്ട ഉദ്ധാരണ ജോലികൾ നിർവഹിക്കുന്നതിന് പരിചിത സിംഹാസനം മുൻകൈയെടുത്ത് പരിശ്രമിച്ചു. 11 പീസ് മാർപ്പാപ്പയുടെ കാലത്ത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഒരു പൊന്തിഫിക്കൽ തയ്യാറൊക്കെ സംബന്ധിച്ച് പ്രശ്നമുണ്ടായപ്പോൾ, പ്രശ്നം പണ്ടുണ്ടെന്ന് അർത്ഥം, 11 പീസിന്റെ കാലത്ത് തൊട്ടുണ്ട്, പരിചിത സിംഹാസനം തന്നെ കേരള സുറിയാനി സഭയിൽ ആദ്യകാലം ഉപയോഗിച്ചിരുന്ന പൊന്തിഫിക്കൽ സമുദ്ധരിക്കുന്നതിന് ഒരു വിദഗ്ധ കമ്മീഷൻ നിയമിച്ചു. കേരളത്തിൽ പ്രശ്നം വന്നപ്പോൾ മാർപ്പാപ്പ തന്നെ, പരിചിത സിംഹാസനം തന്നെ ഒരു പൊന്തിഫിക്കൽ കമ്മീഷൻ നിയമിച്ചു. ആ കമ്മീഷന്റെ ശ്രമഫലമായി പുനരുദ്ധരിക്കപ്പെട്ട സുറിയാനി പൊന്തിഫിക്കൽ 1939 മാർപ്പാപ്പ അംഗീകരിച്ചു. പക്ഷേ യുദ്ധ സാഹചര്യങ്ങൾ മൂലം അതിന്റെ മുദ്രണ ജോലി അന്ന് നിർവഹിക്കുവാൻ സാധിച്ചില്ല. രണ്ടാം ലോക മഹായുദ്ധം. 1954 12 പീസ് മാർപ്പാപ്പ നിയമിച്ച ഒരു കമ്മീഷനാണ് 1957 ആ ജോലി പൂർത്തിയാക്കി പൊന്റിഫിക്കൽ പ്രസിദ്ധീകരിച്ചത്. കേരളത്തിലെ എല്ലാ സുറിയാനി രൂപതകളും ചേർന്ന് നിയമിച്ച ഒരു കമ്മീഷൻ അതിന്റെ മലയാള വിവർത്തന ജോലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ ഭാഗം ഭാഷാന്തരം ചെയ്ത് 1960 നാം നടപ്പാക്കിയിട്ടുള്ളതാണല്ലോ. ബാക്കി ഭാഗങ്ങളുടെ ജോലി തുറന്നുകൊണ്ടിരിക്കുന്നു. റോമായിലെ കമ്മീഷന്റെ അടുത്ത ശ്രമം നമ്മുടെ കുർബാനക്രമം പുനരുദ്ധരിക്കുന്നതിനായിരുന്നു. 1958 അതും പൂർത്തിയായി. കേരള കമ്മീഷൻ അതിന്റെ വിവർത്തന ജോലിയും നിർവഹിച്ചു കഴിഞ്ഞു. പുനരുദ്ധരിക്കപ്പെട്ട ഈ കുർബാനക്രമമാണ് 1962 ജൂലൈ 3 നമ്മുടെ പിതാവായ മോർ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാളിൽ ഇവിടെ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇനിയുണ്ട് കുറെ സംഗതികൾ. വലിയൊരു നീണ്ട ഇടയലേഖനമാണ്, 10-12 പേജുള്ള ഇടയലേഖനമാണ്. ഞാനൊരു പകുതിയോടാണ് വായിച്ചത്. ഈ കുർബാനയുടെ ചെയ്യേണ്ട ആചാരങ്ങളുടെ അങ്ങനെ കുറെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഇടയലേഖനത്തിൽ തന്നെയാണ് വടവാദ സെമിനാരിയുടെ ഉദ്ഘാടനത്തെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ കൽദായ ലിറ്റർജിയെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് എഴുതി ഒപ്പിട്ട പാറക്കെട്ടിൽ പിതാവ്, പക്ഷേ കത്തോലിക്ക സഭയിലെ പുരാതനമായ വ്യക്തിസഭകളുടെ റീത്തുകൾക്ക് പകരം ഇന്ത്യയിലെ സഭയ്ക്ക് മുഴുവനായി ഒരു ഇന്ത്യൻ റീത്ത് മതി എന്ന ഏക റീത്തുവാദം ഉയർത്തിപ്പിടിച്ചു. അത് സംഭവിക്കുന്നത് ഈ പാറക്കെട്ടി പിതാവ് രണ്ടാമത്തെ സൂനദസിൽ പങ്കെടുത്തിരുന്നു. വള്ളോപ്പള്ളി പിതാവും പങ്കെടുത്തിരുന്നു. വള്ളോപ്പള്ളി പിതാവ് സുറിയാനി പാരമ്പര്യം പൈതൃകത്തിന് വേണ്ടി വാദിച്ചപ്പോൾ ബ്രാഹ്മണ്യ സാംസ്കാരിക അനുരൂപണത്തിന് വേണ്ടിയാണ് പാറക്കെട്ടി പിതാവ് രണ്ടാമത്തെ സൂനദസിൽ സംസാരിച്ചത്. അതായത് ഇന്ത്യൻ സംസ്കാരം ബ്രാഹ്മണ്യ സംസ്കാരമാണെന്ന ഒരു തെറ്റിദ്ധാരണ എവിടെ നിന്നോ പാറക്കെട്ടി പിതാവിന്റെ തലയിൽ കയറി. അതിന് ഒരുപാട് ചരിത്രപരമായ സാഹചര്യങ്ങളുണ്ട്. ഞാൻ 1-2 സൂചിപ്പിക്കാം. പണ്ടല്ല, കുറച്ചു നാളുകൾക്ക് മുമ്പ് പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന ആളാണ് കർദിനാൾ ലൂർദ് സ്വാമി, തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ അമലോത്ഭവദാസ്, ഫാദർ അമലോത്ഭവ്, അദ്ദേഹമാണ് ബാംഗ്ലൂർ NBCLC തുടങ്ങിയത്. അദ്ദേഹം ഭാരതീയ പൂജ ലത്തീൻ സഭയിൽ നടപ്പാക്കാൻ ശ്രമിച്ചു. ഈ NBCLCയിലൊക്കെ പോയി നിങ്ങൾ ഇപ്പോഴും കാണാം, ഈ നിലത്തിരുന്ന് ഈ ചില യാഗം യജ്ഞമൊക്കെ നടത്തുന്ന പോലെ, ഹിന്ദുക്കൾ നടത്തുന്ന പോലെ ആരതിയെല്ലാം മുഴിഞ്ഞ് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞിട്ട്, സ്വാഹ എന്ന് പറഞ്ഞാല് അഗ്നിദേവന്റെ ഭാര്യ എന്നാണ് അർത്ഥം അല്ലെ. ആ ഭാര്യ പ്രീതിപ്പെടുത്തല്ലേ ദേവൻ പ്രീതിപ്പെടൂ. അതിനാണ് ഈ സ്വാഹ എന്ന് പറഞ്ഞിട്ട് അഗ്നിയിലേക്ക് ഹോമം ഇട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കത്തിക്കുന്നത്. അതായത് സ്വാഹ എന്ന് പറഞ്ഞാൽ ഈ അഗ്നിദേവന്റെ ഭാര്യയായിട്ടാണ്. ആ രീതിയിലുള്ള ഒരു ഭാരതീയ പൂജ ഈ അമലോത്ഭവദാസ് രൂപപ്പെടുത്തി NBCLC. അതിന്റെ ഒരു ബ്രാഞ്ച് പോലെയാണ് POC തുടങ്ങിയത്. POCയിൽ ഞാൻ പണ്ട് പഠിപ്പിച്ചിരുന്നു. പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ പള്ളിയിൽ കയറാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു. കയറിയാൽ തന്നെയും ഞാനൊരു മൂലയിൽ ചെന്നിരിക്കും. കാരണം അതിലൊത്ത നിലക്ക് ഓം എന്ന് എഴുതിയിട്ടുള്ള ഒരു നിലവിളക്കായിരുന്നു. അപ്പൊ നമുക്കതൊരു പ്രയാസമാണ്. അപ്പോൾ ഈ NBCLCയിൽ ഇങ്ങനെ ഭാരതീയ പൂജ തുടങ്ങി. അതുപോലെ തന്നെ എറണാകുളത്ത് തുടങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒരു ദിവസം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്കയില് ഭാരതീയ പൂജ അനുഷ്ഠിച്ചു. ഇപ്പൊ അത് പള്ളി 1000 ദിവസമായിട്ട് പൂട്ടിക്കിടക്കണ കാണുമ്പോൾ അന്നത്തതിന്റെ ഒരു പ്രായശ്ചിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ബിബ്ലിക്കലായിട്ട് ഒരു വശം പറയാം. ഈ ഇമ്മാനുവൽ പ്രവചനം നടക്കുന്ന ഒരു സാഹചര്യം യുദ്ധ സാഹചര്യമാണ്. സീറോ എഫ്രമൈറ്റ് വാർ എന്ന് പറയുന്ന ഒരു യുദ്ധം. അതായത് BC 733 യുദ്ധം. BC 733. എന്തായിരുന്നു പ്രശ്നം? ഇപ്പോഴത്തെ സിറിയ, അതിന് തൊട്ട് താഴെ ഇസ്രായേൽ, അതിന് തൊട്ട് താഴെ യൂത. അന്നത്തെ കൊളോണിയൽ പവറാണ് അസീറിയ. അസീറിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാനും ഇറാഖും കുവൈറ്റൊക്കെ പെടും. ഈ ശക്തികളെ എതിർക്കാനായിട്ട് സിറിയൻ രാജാവും ഇസ്രായേൽ രാജാവും ഒരു സംയുക്ത കൂട്ടുകക്ഷി ഉണ്ടാക്കി. കൊച്ചു കൊച്ചു രാജ്യങ്ങളാണ് സിറിയയും ഇസ്രായേലും. എന്നിട്ട് യഹൂദ രാജാവിനെ, ആഹാസ് എന്ന് പറഞ്ഞ യഹൂദ രാജാവിനെ സമീപിച്ചു. നമുക്കൊരു കൂട്ടുകക്ഷി ഉണ്ടാക്കാം ഈ കൊളോണിയൽ ശക്തിയെ എതിർക്കാൻ. പക്ഷേ ഇതൊക്കെ സിറിയ ചെറിയ രാജ്യം, പിന്നെ ഇപ്പോഴത്തെ സിറിയ തന്നെ
ഇസ്രായേൽ ചെറിയ രാജ്യം, നോർത്തേൺ ഇസ്രായേൽ. അപ്പോൾ ഈ ഇവരോട് കൂട്ടുകൂടിയിട്ടൊന്നും ഈ കൊളോണിയൽ ശക്തി എതിർക്കാൻ കഴിയില്ല എന്ന് കണ്ട ആഹാസ് രാജാവ് സൂത്രത്തില് അസീറിയ രാജാവിനെ സമീപിച്ചു. അതായത് സിറിയയും ഇസ്രായേലും അവരുടെ കൂട്ടുകക്ഷി ചേർന്നില്ലെങ്കിൽ അവർ ഈ യൂദാക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ സൂത്രത്തില് അസീറിയൻ രാജാവിനെ സമീപിച്ചു. അസീറിയൻ രാജാവ് പറഞ്ഞു, ഞാൻ നിനക്ക് മിലിറ്ററി അയച്ചു തരാം, ബട്ട് ഒറ്റ വ്യവസ്ഥ, ജെറൂസലം ദേവാലയത്തില് എന്റെ ദേവന്റെ, വിജാതീയ ദേവന്റെ ഒരു സ്റ്റാച്യു വെക്കണം. അത് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. ഈ ആഹാസ് രാജാവ്, യഹൂദ രാജാവ്, ഏത് വിഗ്രഹാരാധനയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് വിചാരിക്കുന്ന രാജാവ്, ആ മതം ഈ വിജാതീയ ശക്തിക്ക് സൈനിക ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തു. അത് കണ്ടപ്പോഴാണ് ദൈവം പറഞ്ഞത് അത് തടയണം. കാരണം ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല, യുദ്ധമല്ല. അങ്ങനെയാണ് യെശയ്യാ പ്രവാചകരോട് രാജാവിനെ തടയാൻ പറയുന്നത്. അങ്ങനെ ചെന്നിട്ട് ആ സന്ദർഭത്തിലാണ് ഈ ഇമ്മാനുവൽ പ്രവചനം. അപ്പോൾ ഈ ആഹാസ് രാജാവാണ് ഒപ്പിട്ട് കൊടുത്തുവെങ്കിലും അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ മകന്റെ കാലത്താണ് ഈ സ്റ്റാച്യു, ഒരു വിജാതി ദേവന്റെ സ്റ്റാച്യു ജെറൂസലം ദേവാലയത്തിൽ സ്ഥാപിച്ചു. ഒപ്പിട്ട് കൊടുത്തത് ആഹാസ് രാജാവ യെശയ്യാ പ്രവാചകന്റെ കാലത്ത്. അങ്ങനെയാണ് ആ ദേവാലയം നശിപ്പിക്കപ്പെടാനായിട്ട് ദൈവം അനുവദിച്ചത്. ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ ബസിലിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അവിടെ ഭാരതീയ പൂജ, അതായത് ഓം ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭാരതീയ പൂജ നടത്തുകയുണ്ടായി. ഈ എറണാകുളം ഭദ്രാസന ദേവാലയത്തിൽ കത്തീഡ്രൽ ബസിലിക്കയിൽ പാറക്കെട്ട് പിതാവിന്റെ കാലത്ത്. ഇപ്പൊ തറഞ്ഞു കിടക്കുക. കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ശിക്ഷയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും അത് തുറക്കാൻ വേണ്ട സംഗതികൾ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ മെത്രാന്മാരുടെ കഴിവുകേടാണ്. പക്ഷേ ദൈവികമായിട്ട് നോക്കുമ്പോൾ അതൊരു ശിക്ഷയാണ്. അന്ന് പാറക്കെട്ടിൽ പിതാവ് ചെയ്യുന്നതിന് ശിക്ഷ, ആ ശിക്ഷ ഇവർക്കൊരു അടയാളമാണ്, വിമത വൈദികരുടെ അടയാളമാണ്. അതായത് പൗരസ്ത്യ സുറിയാനി എന്ന് പറഞ്ഞ കൽദായ റീത്തിന് പകരം ഈ ഭാരതീയ ചിന്താഗതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള, ബ്രാഹ്മണ്യമാക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ഒരു അടയാളമാണ് ആ പള്ളി അടഞ്ഞു കിടക്കുന്നത്. ഭാരതീയ പൂജ നടത്തപ്പെട്ട ആ പള്ളി കർത്താവ് അടച്ചിട്ടിരിക്കുക. ഇനി ഇവര് ഈ ജനാഭിമുഖ കുർബാന എല്ലാ പള്ളികളും നടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ, അതിന് മെത്രാന്മാര് സൈഡ് നിൽക്കുമ്പോൾ ആ പള്ളികളൊക്കെ പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തിന് ചേരാത്തൊരു സംഗതിയാണ് വിജാതി ആചാരങ്ങൾ കൊണ്ടുവരുന്നത്. ആ വിജാതി ആചാരങ്ങൾ കൊണ്ടുവരാൻ അവിടെ ചില ആശ്രമങ്ങളുണ്ട്. എറണാകുളത്ത് ഇരിങ്ങാലക്കുട രൂപതയിൽ പണ്ട് ഞാൻ നാട്ടിലുള്ള സമയത്ത് എല്ലാ വർഷവും ഈ ഉടുപ്പ് കിട്ടുന്നതിന് മുമ്പുള്ള ചമ്മാച്ചന്മാരുടെ ധ്യാനം ഞാനാണ് നയിച്ചിരുന്നത് വർഷങ്ങളോളം. ഇപ്പോൾ ആ അച്ഛന്മാരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ അച്ഛനായതിനു ശേഷം വെസ്റ്റേഷന് മുമ്പുള്ള ഈ ധ്യാനം നടത്തിയിരുന്നത് ഞാനാണ്. എല്ലാ കൊല്ലങ്ങളും ഞാൻ ബാംഗ്ലൂർ പോകുന്നത് വരെ, പഠിക്കാനും പഠിപ്പിക്കാനും പോകുന്നത് വരെ. ഒരു കൊല്ലം അത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അടുത്തുള്ളൊരു ധ്യാന കേന്ദ്രത്തിലായിരുന്നു. എനിക്ക് തന്ന മുറി, അത് 8 ദിവസത്തെ ധ്യാനമാണ്. എനിക്ക് തന്ന മുറി അവിടെ കർത്താവിന്റെ പടമോ മാതാവിന്റെ പടമോ ഒന്നുമില്ല, ശ്രീനാരായണ ഗുരുവിന്റെ പടം. അവിടെ പള്ളിയിൽ വെച്ചിരിക്കുന്നത് ഭഗവത്ഗീത, ഭാഗവതം, ഖുറാൻ. അപ്പൊ അതായത് വിജാതി ആചാരങ്ങൾ കൊണ്ടുവരിക, ബ്രാഹ്മണ്യമാണ് ഇന്ത്യൻ സംസ്കാരം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ ഈ ഫാദർ അമലോത്ഭവദാസന്റെ സ്വാധീനത്തില് പാറക്കെട്ട് പിതാവിന് വന്നു. ഞാൻ വടവാത സെമിനാരി പഠിക്കുമ്പോൾ തലശ്ശേരി രൂപത്തിൽപ്പെട്ട ചമ്മാച്ചൻ, ഇപ്പൊ അദ്ദേഹം അച്ഛനാണ്, അദ്ദേഹം ആണ് പ്രപ്പോസ് ചെയ്ത് നമുക്ക് ഈ അഞ്ജലി ആശ്രമം, അമലോത്ഭവദാസൻ അഞ്ജലി ആശ്രമം മൈസൂര് ഒന്ന് പോയാലോ. അവര് അവധിക്കാലത്ത് ഞങ്ങളൊരു ധ്യാനം കൂടാൻ ചെന്നു. അവിടെ ചെന്നു അദ്ദേഹം പഠിപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം ഈ ഭാരതീയ പൂജയാണ്. ഈ ഒരു ഷോൾ ഇട്ട് നിലത്തിരുന്ന് സ്വാഹ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് ആരതി ചൊല്ലി. അപ്പൊ ഒരാഴ്ച നമുക്ക് വലിയ പ്രയാസമായിരുന്നു. അപ്പൊ ഞാനത് ആ ചമ്മാച്ചൻ, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ആശ്രമം ഇദ്ദേഹത്തിന് അന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഫാദർ അമലോത്ഭവദാസായിട്ട് ഞങ്ങളൊരു പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ നടത്തി. അദ്ദേഹം ഞങ്ങളോട് വളരെ ചൂടായിക്കെ സംസാരിച്ചു. വടവാത സെമിനാരിയെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ് ഈ ബ്രാഹ്മണന്മാരാണ് ഹിന്ദുക്കള്, മറ്റാരും ഹിന്ദുക്കളല്ല എന്നൊരു തോന്നല്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരം ബ്രാഹ്മണ്യമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അതായത് ദ്രാവിഡന്മാരോ ഈഴവരോ പറയരോ പുലയരോ മറ്റാരും തന്നെ ഇന്ത്യക്കാരല്ല. ഇല്ലേ, ദ്രാവിഡ സംസ്കാരം. അതുപോലെ തന്നെ യാദവന്മാര്, ഇപ്പൊ ലല്ലു പ്രസാദ് യാദവ്, മുലയാം സിംഗ് യാദവ് എന്നൊക്കെ പറയില്ലേ, അവരൊന്നും തന്നെ ഈ ആര്യൻ ഹിന്ദുക്കളിൽ പെടുന്നവരല്ലല്ലോ. തമിഴ്നാട്ടിലെ ദ്രാവിഡന്മാര്, കേരളത്തിലെ ദ്രാവിഡന്മാര്, ഇതൊന്നും ഇന്ത്യക്കാരല്ലേ? അപ്പോൾ ബ്രാഹ്മണ്യമാണ് ഇന്ത്യൻ സംസ്കാരം എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ബ്രാഹ്മണ്യത്തിൻ്റെതായ സംഗതികളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാറക്കെട്ട് പിതാവ് ശ്രമിച്ചത്. അപ്പൊ ഒരു ജാതീയ സഭ, അതായത് സുറിയാനി എന്ന് പറയുന്ന ആ റീത്തുകൾക്ക് പകരം ഒരു ജാതീയ സഭ കൊണ്ടുവരിക,
ഒരു മേലാള ചിന്ത കൊണ്ടുവരിക. ഇങ്ങനെയാണ് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി എറണാകുളത്തെ ക്ലാസ്സുകൾ, സെമിനാറുകളൊക്കെ നടത്തി. ഞാൻ പറഞ്ഞല്ലോ POCയിലൊക്കെ അതുപോലത്തെ ഓം ഒക്കെ കൊണ്ടുവച്ചു. അങ്ങനെ പതുക്കെ എറണാകുളം മേലാള ജാതിയായി. മറ്റെല്ലാ രൂപതകളും, പ്രത്യേകിച്ച് തെക്കൻ രൂപതകളൊക്കെ കീഴാള ജാതിയായിട്ട് ഇങ്ങനെ കണ്ടു. ഇതാണ് ഇപ്പോൾ ഈ സുറിയാനി പൈതൃകം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, അപ്പോൾ കീഴാള ജാതിക്കാര് മേലാള ജാതിക്കാർക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമായിട്ടാണ് എറണാകുളത്തെ വിമത വൈദികർ കാണുന്നത്. പക്ഷെ അതിന് ഈ എറണാകുളം തൊട്ട് വടക്കോട്ടുള്ള ഒരു വേറൊരു പരിഭാഷം കൂടി കൊടുത്തു. എന്താണ്? സുറിയാനി സഭയ്ക്ക് വേണ്ടി വാദിക്കുന്നത് ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, കോതമംഗലം അങ്ങനെ രൂപതകളായതുകൊണ്ട് അത് പ്രാദേശിക ഭൂമിശാസ്ത്രപരമായി തെക്ക് കിടക്കുന്നുണ്ട്. തെക്കരുടെ ആധിപത്യം വടക്കരുടെ മേൽ എന്നുള്ള ഒരു മട്ടില് പ്രാദേശികവാദം പ്രചരിപ്പിച്ചു. അപ്പൊ എറണാകുളത്ത് മേലാള ചിന്ത ഇല്ലേ, അത് ശരിയല്ല എന്നും ജാതീയ സഭയല്ല, റീത്താണ് നമുക്ക് വേണ്ടതെന്നും ഈ സംയുക്ത ഇടയലേഖനത്തിൽ പോലും അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. റീത്തുകൾ വേണമെന്നാണ്. അത് കർത്താവിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. കർത്താവ് ഭാഷ സംസാരിച്ചത് കൊണ്ട്, സീ റെഫറൻഷ്യൽ സ്ത്രീയോട് സംസാരിച്ചത് കൊണ്ട്, ഇങ്ങനെയുള്ള ആ കർത്താവിൽ നിന്ന് വരുന്നതിന് മാറ്റി ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമത്തിനെതിരെ സുറിയാനി സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന ആൾക്കാർ വന്നപ്പോൾ അത് തെക്കും വടക്കും തമ്മിലുള്ള ഒരു പ്രാദേശികവാദമായിട്ട് രൂപപ്പെടുത്തി. ഇപ്പോഴും താൽക്കാലിക നേട്ടങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടിയും ഈ തെക്കും വടക്കും എന്നുള്ള പ്രാദേശികവാദം, ഞാനത് പറഞ്ഞിട്ടുണ്ട്, അത് പാപകരമായ പ്രാദേശികവാദം എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചുരുക്കത്തില് പൗരത്യ സുറിയാനി എന്ന കൽദായ ഭാഷ, അതായത് ഈശോ സീറോ ഫിനിഷ്യൻ സ്ത്രീയോട് സംസാരിച്ച ഭാഷ തന്നെ പൈതൃകമായിട്ടുള്ള സഭ വേണമെന്ന് ചിന്തിക്കുന്നവരാണ് സീറോ മലബാർ സഭയിൽ മഹാഭൂരിപക്ഷവും. കാരണം അത് കർത്താവിൽ നിന്ന് വരുന്നത് കൊണ്ട്. എന്നാൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ മേലാള ജാതിയായി ബ്രാഹ്മണ്യം നടപ്പിലാക്കുന്ന ഒരു ഇന്ത്യൻ റീത്തിന് പുതുതായി രൂപം കൊടുക്കണമെന്ന് വാദിക്കുന്ന ചരിത്രബോധമില്ലാത്ത ഒരു ചെറിയ ന്യൂനപക്ഷമാണ് എറണാകുളത്തുള്ളത്. മുഖാഭിമുഖം നിൽക്കണമെന്ന് വാദിക്കുന്നതാകട്ടെ ബ്രാഹ്മണ്യത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടിൽ നിന്നാണ്. നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തില് ബ്രാഹ്മണ പൂജാരിയും ഭക്തരും മുഖത്തോട് മുഖം നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ക്ഷേത്ര ശ്രീകോവിലിൽ പോലും പൂജാരി മാത്രമേ കിടക്കുള്ളൂ. ദേവനും പൂജാരി മാത്രമാണ്. അതുകൊണ്ട് ചെറിയ കവാടം. ഭക്തര് പുറത്താണ്. ഈ ദേവനെ നേരിട്ട് കാണാൻ ഭക്തർക്ക് അവകാശമില്ല. പൂജാരിയാണ് ഈ പ്രസാദമായിട്ടും വെളിച്ചമായിട്ടൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ശ്രീകോവിൽ പൂജാരി മാത്രമേ കിടക്കുന്നത്. പക്ഷെ ഈ മുഖത്തോട് മുഖം എന്നുള്ള ചിന്ത വന്നത് എവിടെ നിന്നാണ്? ഈ വിവാഹ സമ്പ്രദായത്തില് ഈ വിവാഹത്തിന് ഹോമം, യജ്ഞം, യാഗമൊക്കെ നടത്തുന്ന ഒരു കടങ്ങുണ്ട്. അത് ഹോമം, അഗ്നിയിൽ അർപ്പിക്കുന്ന തരത്തിലെ പൂജകള്. യജ്ഞമാണ്, യാഗമാണെന്നൊക്കെയാണ് പറയുക. തനിയാകും യജ്ഞമൊന്നും അല്ലെങ്കിൽ പോലും അഗ്നിയിൽ അർപ്പിക്കുന്ന തരത്തിലുള്ള പൂജകൾ, ഈ ഹോമം അതിനനുകരിച്ചാണ് ആരതി ഒഴിഞ്ഞും നിലത്തിരുന്നും മുഖത്തോട് മുഖം നോക്കിയും ഉള്ള ഭാരതീയ പൂജയ്ക്ക് ഈ അമലോത്ഭവദാസും പാറക്കട്ടി പിതാവൊക്കെ ചേർന്ന് രൂപം കൊടുത്തത്. ഈശോ മിശിഹായുടെ തിരുവുത്ഥാനത്തെ ഓർത്തുകൊണ്ട് മരണത്തിൽ നിന്നുള്ള എഴുന്നേൽക്കൽ ആഘോഷിക്കുന്ന നമ്മുടെ സുറിയാനി കർമ്മത്തിന് പകരം നിലത്തിരുന്ന് ഈ ബ്രാഹ്മണ്യ വിവാഹ സമ്പ്രദായം പോലെ ഹോമം, ഈ ഒരു കളം വരച്ചിട്ട് അതിലേക്ക് ഇടുന്ന തരത്തിലുള്ള കുർബാനയാണ് ഈ പാറക്കട്ടി പിതാവ് വിഭാവനം ചെയ്തത്. അതാണ് ഇന്ത്യൻ റീത്ത് അല്ലെങ്കിൽ ഭാരതീയ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു പ്രശ്നം, നമുക്ക് സ്വയമായി സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് റീത്ത് എന്ന അന്ധത. നമുക്ക് സ്വയമായി സൃഷ്ടിക്കാൻ കഴിയുന്ന അല്ല റീത്ത്. എന്തുകൊണ്ടാണ് 6 കുടുംബങ്ങളേ ഉള്ളൂ എന്ന് ഈ സംയുക്ത ഇടയലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്? അത് കർത്താവിൽ നിന്ന് സ്ലീഹന്മാരിലൂടെ സഭാപിതാക്കന്മാരിൽ വരുന്നതാണ്. നമുക്ക് സ്വയം സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല റീത്ത്. എറണാകുളത്ത് ഇപ്പോഴും പലരും വിചാരിക്കും നമുക്ക് സ്വയം സൃഷ്ടിക്കാമെന്നാ. നമുക്ക് സ്വയം സൃഷ്ടിക്കാൻ കഴിയില്ല. ഞാൻ ഇതേക്കുറിച്ച് മഞ്ഞാക്കലച്ചിൽ കൊടുത്ത മറുപടിയിൽ എങ്ങനെയാണ് റീത്ത് കർത്താവിൽ നിന്ന് വന്നെന്ന് വേദപുസ്തകത്തിലെ തെളിവുകൾ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻപും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് സ്ഥാപിച്ചതാണ് ലിറ്റർജി റീത്ത് എന്നൊക്കെ. അതൊക്കെ നിങ്ങൾ ഒന്ന് കണ്ട് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. സുറിയാനി പൈതൃകത്തിനും പാരമ്പര്യത്തിനും വേണ്ടി വാദിക്കുന്നവര് കർത്താവിന് വേണ്ടി വാദിക്കുന്നവരാണ്. മറിച്ച് ഈ ഭാരതീയ പൂജയ്ക്ക് വേണ്ടി വാദിക്കുന്നവര് ബ്രാഹ്മണ്യത്തിന് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും വാദിക്കുന്നവരാണ്. നമ്മുടെ ഉത്ഭവം കർത്താവിൽ നിന്നാണോ അതോ ഈ ബ്രാഹ്മണ്യത്തിൽ നിന്നാണോ? ഇതിനുള്ള ഉത്തരം കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ ഏകറീത്വവാദം മുന്നോട്ട് വെച്ച പാറക്കട്ടിൽ പിതാവ് പക്ഷെ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിപ്പോയി. ഈ എന്തിനാണ് എറണാകുളത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായി 2 ബസിലിക്ക? ഏകറീത്വം മതിയെങ്കിൽ എന്തിനാണ് 2 ബസിലിക്കകള്? എന്തിനാണ് 2 അരമനകള്? എന്തിനാണ് എറണാകുളം അതിരൂപതയും വരാപ്പുഴ അതിരൂപതയും പിന്നെ അവിടെ ഒരു കൊച്ചി രൂപതയും? അപ്പോൾ സുറിയാനി പൈതൃകത്തുള്ള സ്നേഹം മൂലമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വ്യത്യസ്ത പള്ളികളുള്ളത്? അപ്പൊ അതിന് അദ്ദേഹത്തിന് ഉത്തരമില്ല.
ഏകഭാഷാവാദം പോലെ അപകടം പിടിച്ചതാണ് ഏകറീത്വവാദം. ഏകഭാഷ കേൾക്കുമ്പോൾ ഗംഭീരമായി തോന്നും, ഒരു ഭാഷയുള്ളെങ്കിൽ എന്ത് സുഖമായിരുന്നു. പക്ഷെ ഏത് ഭാഷ? 200 കൊല്ലം മാത്രം പഴക്കമില്ലാത്ത ഹിന്ദിയോ 3000 വർഷം പഴക്കമുള്ള തമിഴോ, 1200 വർഷം പഴക്കമുള്ള മലയാളമോ, 4000 വർഷത്തേക്കാൾ പഴക്കമുള്ള സുറിയാനിയോ? ഇത് വലിയൊരു പ്രശ്നമല്ലേ? ഏകഭാഷ എന്ന് പറയുമ്പോൾ വലിയ ഇത് തോന്നും, ഏക ലോകം, ഏക ഭാഷ. പക്ഷെ ഏത് ലോകം? ആരുടെ ലോകം? അമേരിക്കക്കാരന്റെയോ ചൈനയുടെയോ റഷ്യയുടെയോ അത് ഇന്ത്യയുടെയോ? ഏകഭാഷ. ആരുടെ ഭാഷ? സായിപ്പിന്റെ ഭാഷയോ നമ്മുടെ ഭാഷയോ? നമ്മുടെ ഭാഷയാണെങ്കിൽ ഏത്? തമിഴോ മലയാളോ ഹിന്ദിയോ സംസ്കൃതോ? ഈ ബ്രാഹ്മണ്യത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്കൃത പാട്ടുകളൊക്കെ ഇല്ലേ, അസതോമ സദ്ഗമയ എന്നുള്ള പാട്ടുകളൊക്കെ പാടി നിലവിളക്ക് കത്തിക്കുന്ന രീതിയൊക്കെ വന്നത്. ഇതെല്ലാം ഈ എല്ലാം ബ്രാഹ്മണ്യം. സുറിയാനിയും വേണ്ട, കർത്താവും വേണ്ട, തോമസ് ലീഗും വേണ്ട, ബ്രാഹ്മണ്യം മാത്രം മതി. ഈ ഒരു തെറ്റായ അന്ധതയിൽ നിന്നാണ് എറണാകുളത്തിന്റെ പ്രശ്നത്തിന് വേര് കിടക്കുന്നത്. ആ വേര് പിഴുത് കളയാതെ അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഞാനിത് പറയുന്നത്, സുറിയാനി പൈതൃകത്തെ വെറുക്കുകയും ഈ ബ്രാഹ്മണ്യത്തെ സ്നേഹിക്കുകയും പിന്നെ ലത്തീൻ പാരമ്പര്യത്തിലെ കടമെടുത്ത സംഗതികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന വിമത വൈദികരും മുന്നേറ്റക്കാരും എന്തിനാണ് ഈ സുറിയാനി സഭയിൽ നിലനിൽക്കുന്നത്? സുറിയാനി സഭയുടെ തനിമയെ വെറുക്കുകയും ബ്രാഹ്മണ്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ എന്തിനാണ് കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നത്? എന്തിനാണ് ക്രിസ്ത്യാനി ആയിരിക്കുന്നത്? 1962 മലയാളത്തിൽ കുർബാന അവതരിപ്പിച്ചപ്പോൾ പാറക്കെട്ടിൽ പിതാവ് എഴുതി ഒപ്പ് ചാർത്തി സഭാമക്കൾ അറിയിച്ചതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ രേഖയ്ക്കെതിരായിട്ട് അദ്ദേഹവും ഇപ്പോൾ അദ്ദേഹത്തിന്റെ എറണാകുളത്ത് അമ്മയുടെ മക്കളും ഈ കാര്യങ്ങൾ ചെയ്തത്. അതിനൊരു കാരണം കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞു. 1968 വത്തിക്കാനെ കബളിപ്പിച്ച് പാറക്കെട്ടിൽ പിതാവ് തുടങ്ങിയ ജനാഭിമുഖം, അതേക്കുറിച്ച് ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. ചുരുക്കത്തിൽ പാറക്കെട്ടിൽ പിതാവ് മൊത്തത്തിൽ സഭയെ വഞ്ചിക്കുകയായിരുന്നു. എഴുതിയതല്ല, ദൈവജനത്തെ അറിയിച്ചതല്ല പുള്ളി നടപ്പാക്കിയത്, വത്തിക്കാൻ അറിയിച്ചതല്ല പുള്ളി നടപ്പാക്കിയത്. അങ്ങനെ കബളിപ്പിക്കൽ അല്ലെങ്കിൽ വഞ്ചനയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ജന്മം. അതുകൊണ്ടാണ് അവർക്ക് സഭയെ സ്നേഹിക്കാൻ പറ്റാത്തത്, സുറിയാനി സഭയെ സ്നേഹിക്കാൻ പറ്റാത്തത്. അവര് കർത്താവിനേക്കാൾ മറ്റ് കാര്യങ്ങൾക്ക് താല്പര്യം വരുന്നതിന് കാരണം അവരുടെ ജന്മം തന്നെ പിഴച്ച ജന്മമാണ്. അത് ഈ തരത്തില്, അതായത് സംയുക്ത ഇടയലേഖനത്തിൽ എഴുതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പ്രയോഗത്തിൽ വരുത്തിയത് പാറക്കെട്ടിൽ പിതാവ് മാത്രം അദ്ദേഹത്തിന്റെ രൂപതയിൽ. പിന്നെ ആ രൂപതയോട് താല്പര്യമുള്ള ഈ ഞാൻ പറഞ്ഞില്ല പ്രാദേശികവാദം, തെക്ക് വടക്കെന്നുള്ള പ്രാദേശികവാദം ഉയർത്തി വന്നപ്പോൾ വടക്കാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ച ഇരിങ്ങാലക്കുട തൃശ്ശൂര് ഭാഗങ്ങളും അങ്ങനെ വിചാരിച്ചു പോയി. പക്ഷെ അവരൊക്കെ തെറ്റിത്തിരുത്തി. 1965 തലശ്ശേരി വള്ളപ്പള്ളി പിതാവ് ജനാഭ്യൂ കുർബാനയ്ക്കെതിരായിട്ട് ഇടയലേഖനം എഴുതി. 1967 ജനാഭ്യൂ കുർബാനയ്ക്കെതിരെ തൃശ്ശൂര് മെത്രാൻ ജോർജ് ആലപ്പാട്ട് ഇടയലേഖനം എഴുതി. പക്ഷേ പാറക്കെട്ടിൽ പിതാവിന്റെ ഈ സ്വാധീന ശക്തി കൊണ്ട് ആ തൃശ്ശൂരിലെ ഇടയലേഖനം പോലും തൃശ്ശൂർക്കാർക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അന്ന് തൃശ്ശൂർ രൂപതയുടെ ഭാഗമായിരുന്നു പാലക്കാടും ഇരിങ്ങാലക്കുടയും. ആ 1967 ജോർജ് ആലപ്പാട്ട് പിതാവിന്റെ ഇടയലേഖനം ഇപ്പോഴത്തെ അച്ഛന്മാര് വായിച്ചിരുന്നെങ്കിൽ ഈ ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും പാലക്കാടും ഉള്ളവർ, അന്നൊക്കെ ഒരു രൂപതയായിരുന്നല്ലോ, ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ചരിത്ര അവബോധമില്ല, ചരിത്രം പഠിക്കില്ല, കർത്താവിനെ പറ്റി പഠിക്കില്ല, സുവിശേഷം പഠിക്കില്ല, വചനം പഠിക്കില്ല, സഭാപിതാക്കന്മാരെ പഠിക്കില്ല. എന്നിട്ട് ഈ കണ്ടതും കേട്ടതും ഞാൻ ജനിച്ചപ്പോൾ കണ്ടത് ഈ കുർബാനയാ, അതാണ് ശരിയായ കുർബാന എന്ന് പറഞ്ഞ് നടക്കുക. എന്നോടൊരു വൈദികൻ പറഞ്ഞതാണ്, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഈ കുർബാനയാണ്, അതുകൊണ്ട് ഇതാണ് ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു, താനാണോ ഈ സഭയുടെ ആരംഭം? തന്നിലാണോ ഈ സഭയുടെ ആരംഭം? അത് തന്നിലേക്ക് വന്നതാണോ ഈ സഭ? പുറമെന്ന് വന്നതല്ലേ തന്നിലേക്ക്, അല്ലെങ്കിൽ തന്നിൽ നിന്ന് ഉത്ഭവിച്ചതല്ലല്ലോ. ഇതിനൊന്നും അവർക്ക് ഉത്തരങ്ങളില്ല. ചുരുക്കത്തില് ഈ വിമതര് പാറക്കെട്ടിൽ പിതാവിനെ ഇങ്ങനെ ആരാധനായി കൊണ്ടു നടക്കുന്നതിൽ നമുക്ക് ആശ്ചര്യം തോന്നേണ്ടതില്ല. കാരണം സഭയിൽ നിന്ന് വ്യതിചലിച്ചവർക്ക് സഭയെ കബളിപ്പിച്ച ഒരാളെ മാത്രമേ തങ്ങളുടെ ഗുരുവായി സ്വീകരിക്കാൻ കഴിയൂ. ആ തെറ്റ് അവരെ തിരുത്തി കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ പൗരാണിക രേഖ തന്നെ, അദ്ദേഹം ഒപ്പുവെച്ച രേഖ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. അപ്പോൾ എറണാകുളത്തെ പ്രശ്നത്തിന്റെ വേര് എവിടെയാണ് കിടക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങളിത് ഒറ്റയടിക്ക് മനസ്സിലാകുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വായിച്ചത് മുഴുവൻ ഇടയലേഖനത്തിന്റെ വാക്കുകളാണ്. ആ പഴയ മലയാളത്തിന്റെ ശൈലി പോലും അതിനകത്തുണ്ട്. ഞാൻ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുക, ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. ആ രേഖ എന്റെ കയ്യിലുണ്ട് താനും. 68 നിങ്ങളുടെ പലരും കയ്യിൽ കാണും. താല്പര്യമുള്ളവർക്ക് അത് ഫേസ്ബുക്കിലൊക്കെ വേണമെങ്കിൽ ഇടാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ എറണാകുളത്തെ പ്രശ്നത്തിന്റെ വേര് കിടക്കുന്ന ഇവിടെയാണ്. ഇത് നമ്മുടെ മെത്രാന്മാർ അറിയണം.
ഈ പറഞ്ഞ എൻസൈക്ലിക്കൽസ് പാറക്കട്ടി പിതാവ് അടക്കം എഴുതിയിരിക്കുന്ന വിശ്വലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ ചാക്രിക ലേഖനങ്ങൾ, അതൊക്കെ മെത്രാന്മാരൊന്ന് വായിക്കണം. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ പഠിക്കുമ്പോൾ പള്ളിയിലിരുന്നിട്ട് ഈ ചാക്രിക ലേഖനങ്ങൾ വായിക്കണം, മാർപ്പാപ്പന്മാരുടെ ലേഖനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചരിത്ര ബോധം വരികയും പിന്നെ വചനം, പിന്നെ എന്റെ വീഡിയോസ് നിങ്ങൾ കാണുന്ന മെത്രാന്മാരും കണ്ടാൽ നല്ലതാണ്. അതായത് ലിറ്റർജി എവിടെ നിന്ന് വരുന്നു, എവിടെയാണ് ഈ പല രീതികൾ ഉത്ഭവം എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ പല വീഡിയോസ്, വളരെ വലിയ വീഡിയോസ് ആണ്, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉണ്ട്. പക്ഷെ അത് കേൾക്കേണ്ടതുണ്ട്. കാരണം ഇത് പറഞ്ഞു തരാൻ വേറെ ആളുകൾ വളരെ അധികം ഇല്ലിപ്പോ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയല്ല, പക്ഷെ ഇത് കേൾക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളുടെ വേരുകൾ തിരിച്ചറിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. എന്നിട്ട് ഇത് നിങ്ങളുടെ അച്ഛന്മാരെ പഠിപ്പിക്കുക, മെത്രാന്മാരെ, നിങ്ങളുടെ വൈദികരെ പഠിപ്പിക്കുക. ഇപ്പോൾ ഞാൻ എഴുതിയ പുസ്തകമായതുകൊണ്ട് പറയല്ല, രണ്ട് പുസ്തകങ്ങൾ ഇരിങ്ങാലക്കുട, തൃശ്ശൂര്, പാലക്കാട് തൊട്ട് വടക്കോട്ട് പഠിപ്പിക്കണം, തെക്കോട്ടും പഠിപ്പിക്കണം. ഏതാണ്? തോമാട് സിംഹാസനവും മാനിക്കേനോ മാർ തോമസ് ലീവായും. ആ പുസ്തകം വാങ്ങിച്ച് അച്ഛന്മാർ കൊടുക്കൂ, അവരോട് വായിക്കാൻ പറയൂ. നിങ്ങളുടെ രൂപതയിലെ പ്രശ്നം തീരാൻ അത് സഹായകമാകും. പകുതി പേര് ചിലപ്പോൾ 3-1 വായിക്കുള്ളായിരിക്കും, ചിലപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നവരുണ്ടാകാം. എന്നാലും ദാനം കിട്ടിയ പശുവല്ലേ എന്ന് വെച്ച് ചിലപ്പോൾ മേശപ്പുറത്ത് വെക്കും. എപ്പോഴെങ്കിലും ഉറക്കം വരാത്ത സമയത്തെങ്കിലും വായിച്ചാൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ സ്പർശിക്കാനും മാനസാന്തരപ്പെടാനും സാധ്യതയുണ്ട്. നമ്മുടെ സഭയിൽ പ്രശ്നങ്ങൾ തീരാൻ അതൊരു മാർഗമായിട്ട് തീരും. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം 23-ാം ഞായർ. ലൂക്കാസിന്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളതും ധ്യാനിക്കാനുള്ളതും. വലിയ ജനക്കൂട്ടങ്ങൾ അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വെറുക്കണോ നമ്മള് അപ്പനെയും അമ്മയെയും? വീണ്ടും കർത്താവിന്റെ വാക്കുകൾ, തന്റെ കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഒരു ഗോപുരം പണിയെ നിശ്ചയിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക ഉണ്ടോ എന്ന് അതിന്റെ ചെലവ് ആദ്യമേ ഇരുന്ന് കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി തീർക്കാൻ വകയില്ലാതെ വന്നേക്കാം. കാണുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞവനെ പരിഹസിക്കും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, എന്നാൽ പൂർത്തിയാക്കാൻ വകയില്ല. അല്ലെങ്കിൽ ഒരു രാജാവ് മറ്റൊരു രാജാവിന് യുദ്ധത്തിന് പുറപ്പെടും മുമ്പേ 20,000 വരുന്നവനെ 10,000 കൊണ്ട് എതിർക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കില്ലേ? പോരാന്ന് വരികിൽ മറ്റവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ സ്ഥാനപതികൾ അയച്ച സമാധാനത്തിന് അപേക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉറകെട്ടുപോയാൽ അതിനെങ്ങനെ രസം വരുത്തും? മണ്ണിനോ വളത്തിനോ അത് കൊള്ളില്ല. അവർ അത് പുറത്തു കളയും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വളരെ പ്രസക്തമായ, നമ്മുടെ കാലയളവിന് ചേരുന്ന ഒരു സംഗതിയാണ്. എല്ലാ കാലയളവിനും ചേരുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് തിരുവചനമായിരിക്കുന്നത് കർത്താവ് പറയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ ദാനവും കൃപയുമാണ് അവനൊരുക്കുന്ന രക്ഷ. അവരൊരുക്കുന്ന വലിയ അത്താഴം അങ്ങനെയാണ്. നമ്മൾ സിംബോസിയം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലെ? ഒരു സിംബോസിയം, ഭക്ഷണത്തിനിടയ്ക്ക് നടത്തുന്ന ഒരു ചർച്ച. അപ്പൊ ദൈവത്തിന്റെ കൃപയും ദാനവുമാണ് അവൻ ഒരുക്കുന്ന രക്ഷയായ വലിയ അത്താഴം. എങ്കിലും ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് മാത്രം, അതായത് വിശ്വാസം കൊണ്ട് മാത്രം ആ അത്താഴം ആസ്വദിക്കാൻ കഴിയില്ല. 14:24 അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കാസ് 14:24. ഒരു നാണയത്തിന് 2 വശങ്ങൾ എന്ന പോലെ ദൈവകൃപയുടെ മറുവശമാണ് മനുഷ്യന്റെ സഹകരണം അഥവാ സമർപ്പണം. ഇതുകൊണ്ടാണ് ദൈവം നൽകിയ കൃപ യൂദാസ് കറിയാത്തായിൽ വർക്കായില്ല. കൃപയാണ്, ദാനമാണ്, അവൻ സ്വീകരിച്ചു. പക്ഷെ അതിനോട് പ്രസാദാലമായി പ്രതിസ്പന്ദിച്ചില്ല യൂദാസ് കറിയാത്ത. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാതെ പോയി. അപ്പോ വിശ്വസിച്ചതുകൊണ്ട് മാത്രം രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഈ രക്ഷ എന്ന് പറഞ്ഞ അത്താഴം കഴിക്കാൻ പറ്റില്ല. അതിന് നമ്മുടെ പ്രസാദാത്മകമായ ഒരു പ്രതികരണം ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു വചനം നമുക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വചനമുണ്ട്. അപ്പനെയും അമ്മയെയും ഭാര്യയും ഒക്കെ വെറുക്കാതെ എന്നെ അനുഗമിക്കാൻ കഴിയില്ലെന്നാണ് കർത്താവ് പറയണേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും, 4-ാം പ്രമാണത്തിനെതിരെയാണോ കർത്താവ് പഠിപ്പിക്കണേ? 4-ാം പ്രമാണത്തിനെതിരെ അപ്പനെയും അമ്മയെയും ഭാര്യയും ഒക്കെ വെറുക്കണം എന്ന് പറഞ്ഞാല് ഈ 20:12 4-ാം പ്രമാണം കർത്താവ് പറയുന്നുണ്ട്, ലൂക്കാസ് 20:12. അപ്പോൾ ഇതെങ്ങനെയാണ് കർത്താവിന്റെ വചനത്തെ മനസ്സിലാക്കുക? തലമുറകളായിട്ടുള്ള ബന്ധത്തെയും ദൈവം ആഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം എന്ന കൂട്ടായ്മയെയും
വാസ്തവത്തിൽ ശക്തിപ്പെടുത്തുകയല്ലേ ഈ 4-ാം പ്രമാണം? അത് റദ്ദ് ചെയ്യാൻ പാടുണ്ടോ കർത്താവ്? ഇതാണ് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. മണ്ണിനെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും ദേശത്ത് സ്ഥിരതയുള്ള ജീവിതം ഉണ്ടാകേണ്ടതിനെക്കുറിച്ചും 4-ാം പ്രമാണം സംസാരിക്കുന്നു. അതിനെ റദ്ദ് ചെയ്യാൻ കർത്താവിന് എങ്ങനെ കഴിയും? മനുഷ്യർക്ക് ജീവിക്കാനുള്ള മണ്ണിനെയും ദേശത്തെയും കുടുംബം എന്ന അടിസ്ഥാന സാമീക്രമമായി ബന്ധിപ്പിക്കുകയല്ലേ 4-ാം പ്രമാണം? അത് റദ്ദാക്കാൻ പാടുണ്ടോ കർത്താവ്? കുടുംബം എന്ന സംവിധാനത്തിനുള്ളിൽ രൂപപ്പെടുന്ന തലമുറകൾ നിലനിൽപ്പുമായി ജനത്തിന്റെയും മണ്ണിന്റെയും ദേശത്തിന്റെയും തുടർച്ചയായ അസ്തിത്വത്തെ കൂട്ടിയോജിപ്പിക്കുകയല്ലേ ഈ 4-ാം പ്രമാണം? ഇതൊക്കെ റദ്ദ് ചെയ്താൽ ശരിയാകുമോ? ഈ 4-ാം പ്രമാണമല്ലേ സാമൂഹ്യ ക്രമത്തിന്റെ നാരായ വേരും നങ്കൂരവും? ഈ കൽപ്പന ലംഘിക്കാൻ യേശു പഠിപ്പിക്കുന്നത് ശരിയാകുമോ? അങ്ങനെയാണ് ആൾക്കാർ ചോദിക്കണേ. അപ്പനെ അമ്മയൊക്കെ വെറുക്കാൻ പറഞ്ഞാല് യേശു എന്ന വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് പുതിയൊരു സമുദായത്തെ, അതേ കുടുംബം വേണ്ട, യേശു എന്ന വ്യക്തി മാത്രം മതി, അങ്ങനെ പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നത് ന്യായമാണോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. യേശുവിന്റെ ഈ ഞാൻ ആരാണ്? എന്താണ്? മിശിഹായായ യേശു എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ കൊണ്ടുവന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങൾ ഒന്നാണത്. ലോക സമാധാനം അവൻ കൊണ്ടുവന്നില്ല. ലോകത്തിന്റെ ദുരിതങ്ങളെ കീഴടക്കാൻ അവന് കഴിഞ്ഞില്ല. ലോകത്തിൽ യുദ്ധങ്ങൾ ഇല്ലാതാക്കാൻ അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവന് മിശിഹായിരിക്കാനുള്ള യോഗ്യത അവനുണ്ടോ? ശരിക്കും യോഗ്യതയുണ്ടോ? അതെ. എന്താണ് യേശു കൊണ്ടുവന്നത്? ഇസ്രായേലിന്റെ ദൈവത്തെ അവൻ എല്ലാ ജനതകൾക്കുമായി കൊണ്ടുവന്നു. അതെ, അവൻ ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ ജനതകളും അവനോട് പ്രാർത്ഥിക്കുകയും ഇസ്രായേലിന്റെ വേദഗ്രന്ഥം അവന്റെ വചനമായി, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമായി അംഗീകരിക്കുകയും വേണം. ഇതാണ് കർത്താവ് കൊണ്ടുവന്നത്. അതായത് ഇസ്രായേലിനും ലോകത്തിനും നൽകപ്പെട്ടിരുന്ന ഏറ്റവും സുനിശ്ചിതമായ വാഗ്ദാനമായിരുന്ന സാർവത്രികത എന്ന ദാനമാണ് യേശു കൊണ്ടുവന്നത്. ഏക സത്യ ദൈവം, അതാണ് സാർവത്രികത. എല്ലാ ജനങ്ങൾക്കും ഒരൊറ്റ ദൈവമുള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ്, ഏക സത്യ ദൈവം. ഈ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ സാർവത്രികത. ഇത് ലോകം മുഴുവനും, സർവ്വലോകങ്ങൾക്കും സർവ്വജനങ്ങൾക്കും ഒരേ ഒരു ദൈവമുള്ളൂ, ഏക സത്യ ദൈവം. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്. അതിപ്പോൾ യേശുവിന്റെ പുതിയ കുടുംബമായ സഭയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ജഡത്തിൽ നിന്നുള്ള പിന്തുടർച്ച, അതായത് കുടുംബങ്ങളിൽ നിന്ന് ജഡത്തിന്റെ പിന്തുടർച്ചയാണല്ലോ, അതിരുകളെ ഭേദിച്ച് എല്ലാ ജനതകൾക്കും വ്യാപിച്ചു കിടക്കുകയാണ്. ഇവയൊക്കെ യേശുവിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇതാണ് അവനാണ് മിശിഹ എന്ന് തെളിയിക്കുന്നത്. മോശയിലും പ്രവാചകന്മാരിലും അടിസ്ഥാനപ്പെട്ട് നൽകപ്പെട്ട മിശിഹായെ കുറിച്ചുള്ള വാഗ്ദാനങ്ങളെ പുതിയ തരത്തിൽ വ്യാഖ്യാനിക്കാനായിട്ട് തുടക്കമിടുകയാണ്. പഴയ നിയമത്തെ തീർത്തും പുതിയ തരത്തിൽ വീക്ഷിക്കാൻ മോശയെയും പ്രവാചകന്മാരെയും തുറക്കുകയും ചെയ്യുന്നത് യേശു എന്ന ആളാണ്. അതായത് വേദപുസ്തകങ്ങളുടെ നിലവറ ഇപ്പോൾ യേശു എന്ന താക്കോൽ കൊണ്ട് തുറക്കണം. പഴയ നിയമത്തിലെ വചനങ്ങൾ മുഴുവൻ യേശു എന്ന താക്കോൽ ഉപയോഗിച്ചാണ് തുറക്കാൻ. അതല്ല, അതിന്റെ പല വാക്കുകളുടെയും അർത്ഥം ഇങ്ങനെ മറയ്ക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. വേദഗ്രന്ഥങ്ങളുടെ നിലവറ ഇപ്പോൾ യേശു എന്ന താക്കോൽ ഉപയോഗിച്ച് തുറക്കണം. ഈ സാർവത്രികയുടെ വാഹനമാണ് യേശു ഉദയം ചെയ്യുന്ന പുതിയ സമുദായം, അതായത് സഭ. യേശുവുമായുള്ള ഐക്യതയാണ്, അത് ദൈവത്തിന്റെ ഹിതവുമായിട്ടുള്ള ഐക്യതയാണ് ഈ സമുദായത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത. ക്രിസ്തുവുമായിട്ടുള്ള ഐക്യതയാണ് പുതിയ സമുദായമായ സഭയിലേക്ക് പ്രവേശിക്കാനുള്ള ഐക്യത. അപ്പോൾ യേശുവിന്റെ ഞാൻ എന്നത് സ്വന്തം സ്വത്വത്തിൽ ചുറ്റിക്കറങ്ങുന്ന തന്നിഷ്ടത്തിന്റെ അഹംബുദ്ധിയല്ല. സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം നിർവഹിക്കുന്നവൻ ആരോ അവരാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. അതായത് പിതാവുമായി ഐക്യപ്പെട്ട പുത്രന്റെ ചിത്തം മാംസം ധരിച്ചതാണ് യേശുവിന്റെ ഞാൻ എന്ന ആളത്വം. ദൈവത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഞാൻ, അതാണ് യേശു. അവനുമായുള്ള ഐക്യത പിതാവുമായി പുത്രസഹജമായ ഐക്യതയാണ്. ക്രിസ്തുവുമായുള്ള ഐക്യത ദൈവപിതാവുമായുള്ള പുത്രസഹജമായ ഐക്യതയാണ്. 4-ാം പ്രമാണത്തിലുള്ള അനുസരണം ഈ പുതിയ തരത്തിൽ പ്രകാശിപ്പിക്കണമെന്നാണ് കർത്താവ് പറയണേ. 4-ാം പ്രമാണം റദ്ദ് ചെയ്യല്ല, മറിച്ച് 4-ാം പ്രമാണത്തെ യേശു എന്ന പുത്രന്റെ ആളത്വവുമായി ബന്ധപ്പെടുത്തി പുനരാഖ്യാനം ചെയ്യണം. ഈ തലമാണ് ഏറ്റവും ഉയർന്ന തലം. അതായത് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നവരുടെ കുടുംബത്തിലേക്കുള്ള പ്രവേശനമാണത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ കുടുംബം എന്നതിനെ ഒരു വിശാലമാക്കുകയാണ്, 4-ാം പ്രമാണത്തെ വിശാലമാക്കുകയാണ് സഭ എന്ന കുടുംബമായിട്ട്. ഇതുവരെ അപ്പൻ അമ്മ മക്കളതാണ് കുടുംബം പറഞ്ഞിരുന്നത്. കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. എന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവരാണ് എന്റെ സഹോദരൻ, എന്റെ സഹോദരി, എന്റെ അമ്മ. അങ്ങനെ വരുമ്പോൾ
ഈ കുടുംബം എന്നുള്ളതിനെ വിശാലമാക്കുകയാണ്. ഈ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ശാരീരികമായി ജന്മം തന്നവരെ മാത്രം ബഹുമാനിക്കണമെന്നല്ല അവിടെ അർത്ഥമാക്കുന്നത്. അതിന് വിശാലമാക്കുകയാണ്, കുറെ കൂടി വിശാലമാക്കുകയാണ്. 4-ാം പ്രമാണത്തെ വിശാലമാക്കുകയാണ്. കുടുംബത്തിന് ഒരു പുതിയ അർത്ഥം കൊടുക്കുകയാണ്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന ഒരു കുടുംബത്തിലേക്കുള്ള പ്രവേശനമാണ് ക്രിസ്തുവുമായുള്ള ഐക്യതയോടുകൂടി വരുന്നത്. അവർക്ക് അങ്ങനെ വിളിക്കാൻ കഴിയുന്നത് ഞങ്ങൾ എന്നൊരു കൂട്ടായ്മയോട്, അതായത് സഭ എന്ന കൂട്ടായ്മയോട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. ആ കൂട്ടായ്മ രൂപപ്പെടുന്നതാകട്ടെ യേശുവുമായുള്ള ഐക്യതയിലാണ്. അതിനാൽ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സന്യാസം വരിക്കാനും വൈദികരാകാനും തയ്യാറാകുന്നവർ ഈ പുതിയ തരത്തിലുള്ള കൂട്ടായ്മയാണ്, കുടുംബമാണ് രൂപപ്പെടുത്തുന്നത്. നസറത്തിലെ യേശു 1-ാമത്തെ വാല്യം 244 മുതൽ 251 വരെയുള്ള വാക്യങ്ങൾ, ആ അത്തരം പേജുള്ള സംഗതി ഞാൻ ചുരുക്കമായിട്ട് അവതരിപ്പിച്ചതാണിത്. നിങ്ങൾ പലരും ആ പുസ്തകം വാങ്ങിയിട്ടുണ്ട്. ബെനഡിക്ട് 16-ന്റെ നസറത്തിലെ യേശു 1-ാം വാല്യം 244 മുതൽ 51 വരെ വായിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞതിന്റെ കുറച്ചുകൂടി വിശാലമായ അർത്ഥം അവിടെ കിട്ടും. ഒരു കാര്യം കൂടി ഇവിടെ പറയട്ടെ. വെറുക്കാതെ എന്നാണ് കർത്താവ് ഉപയോഗിച്ച വാക്ക്, വെറുക്കാതെ. ഇതൊരു ഹെബ്രായ ശൈലിയാണ്, സെമിറ്റിക് ശൈലിയാണ്. ശത്രുവായി കണ്ട് വെറുക്കണമെന്നല്ല, മറ്റൊന്നിനേക്കാൾ കുറഞ്ഞ തരത്തിൽ സ്നേഹിക്കൂ എന്നാണ് അർത്ഥം. ഉൽപ്പത്തി 29, 31, 33, മലാക്കി 1, 2, 3 ഇതേ തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിവാഹബന്ധം പരിശുദ്ധവും ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കടമകൾ പവിത്രവുമാണ്. എങ്കിലും ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഈ കടമകൾ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാകേണ്ടി വരും. മത്തായി 10:37, കത്തോലിക്കരുടെ മതബോധനം 16:18, 25:44. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കേണ്ടി വരുന്ന വില ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നവര് ചിലപ്പോൾ അപ്പനെ ഉപേക്ഷിക്കേണ്ടി വരും, അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരും, ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരാം. അത് അവരോടുള്ള വെറുപ്പും ദേഷ്യം കൊണ്ടല്ല, ക്രിസ്തുവിനോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ കുടുംബം എന്നത് ചെറിയൊരു കുടുംബത്തിൽ നിന്നും സഭ എന്ന കുടുംബമായിട്ട് രൂപാന്തരപ്പെടുത്തിയപ്പോൾ നമുക്ക് ശാരീരികമായി ജന്മം തന്നവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് ശാരീരികമായി ജന്മം തന്നവരോട് ഒരു അകൽച്ച പാലിക്കേണ്ടി വരും. അത് വെറുപ്പിന്റെയോ ശത്രുതയുടെ ഒന്നും അല്ല, മോശമായതുകൊണ്ടല്ല. പക്ഷെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ താഴെയായിരിക്കണം അപ്പനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടൊക്കെയുള്ള സ്നേഹം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ സഹോദരന്മാര് കായനും ആബേലും. കായൻ ആബേലിനെ കൊന്നു. രക്തബന്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കായന്റെ സഹോദര സ്നേഹം ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ എത്ര വാർത്തകളാണ് എല്ലാ ദിവസവും കേൾക്കുന്നത്. സ്വത്തിനെ കുറിച്ചുള്ള, കുടുംബ സ്വത്തിനെ കുറിച്ചുള്ള തർക്കം വന്ന് മകൻ അപ്പനെ ചവിട്ടിക്കൊന്നു, ചേട്ടൻ അനിയനെ കൊന്നു, അനുജൻ ചേട്ടനെ കൊന്നു. അതായത് ഇവരുടെ സ്നേഹത്തെയൊക്കെ ദൈവസ്നേഹം എന്ന സ്നേഹത്താൽ വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദര സ്നേഹം വിഷമായിട്ട് മാറുന്നു. അപ്പനോടും അമ്മയോടുള്ള സ്നേഹം വിഷമായിട്ട് മാറാം, മക്കളോടുള്ള സ്നേഹം വിഷമായിട്ട് മാറാം. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പം ദൈവവിളി കുറയുന്നു, കൂടുന്നു. നമ്മുടെ നാട്ടിൽ കുറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, മറ്റു പല നാട്ടിലും കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും സന്യാസികളുടെ ദൈവവിളി കുറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? മക്കളോടുള്ള സ്നേഹം അതേ ഉള്ളൂ അവിടെ. എന്നിട്ട് ആ മക്കളെ നമ്മൾ നോക്കുന്നുണ്ടോ? ഇല്ല, 1, 2 ഉള്ളതാനും. അപ്പോൾ ഈ ദൈവസ്നേഹം, ദൈവത്തിന്റെ കാര്യം നോക്കാൻ ആളുകൾ വേണ്ട, സഭയുടെ കാര്യം നോക്കാൻ ആളുകൾ വേണ്ട, എന്നെ നോക്കാൻ മാത്രം മതിയെന്ന് ആൾക്കാർ ചിന്തിക്കുകയാണ്. എന്നിട്ട് നോക്കാതെ അവർ വിദേശത്ത് പോവുകയും ചെയ്യുന്നു. അപ്പൊ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോൾ മൊത്തം അന്തഛിദ്രം ഉണ്ടാകും. ഇതാണ് കർത്താവ് പറയുന്നത്, ക്രിസ്തുവിനുള്ള സ്നേഹത്തിന് താഴെ വേണം മറ്റു സ്നേഹങ്ങളൊക്കെ നിലനിൽക്കാനെന്ന്. ഈ ഉപേക്ഷിക്കുന്നവരുടെ പട്ടികയിൽ ഭാര്യയെയും ഉൾപ്പെടുത്തുന്നതിലൂടെ ബ്രഹ്മചര്യം ആശ്ലേഷിക്കാൻ പ്രേരിപ്പിക്കുകയാണ് കർത്താവ്. എന്നെ പ്രതി എന്നെ സ്നേഹിക്കണമെങ്കിൽ ഭാര്യയും വെറുക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഭാര്യ വേണ്ട, കല്യാണം കഴിക്കാതിരിക്കാം. ഈ 14:18 ലൂക്കോസ് 14:18 അങ്ങനെ സൂചനയുണ്ട്. മെത്രൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുന്ന പൗലോസ് പറയുന്നുണ്ട്, 1 തിമോത്തി 3:2. ആ തിരുവചനം ഉപയോഗിച്ച് യേശു പറഞ്ഞ ഈ വചനത്തെ റദ്ദാക്കാൻ കഴിയോ? ഇല്ല. ഭാര്യ ഇല്ലെങ്കിൽ മെത്രാനാകാൻ കഴിയില്ല എന്നല്ല അവിടെ അർത്ഥം. കല്യാണം കഴിക്കുന്നെങ്കിൽ വിശ്വസ്തത പാലിക്കൂ എന്ന് മാത്രമല്ല. രണ്ടാമത്, അതായത് എല്ലാവർക്കും ഏകഭാര്യ ഉണ്ടായിരുന്നല്ലോ അക്കാലത്ത് ക്രിസ്ത്യാനികൾക്ക്. അപ്പം മെത്രാൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുന്നത് പറഞ്ഞാൽ അതായത് 2 ഭാര്യ ഉണ്ടായിരിക്കരുതെന്നല്ല. എല്ലാ ക്രിസ്ത്യാനികൾക്കും 2 ഭാര്യ ഉണ്ടായിരുന്നില്ല, 1 ഭാര്യ ഉണ്ടായിരുന്നല്ലോ. ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുന്നത് പറഞ്ഞാൽ രണ്ടാമത് പുനർവിവാഹം ചെയ്ത ഒരാളായിരിക്കാൻ പാടില്ലെന്നാണ്. ഭാര്യ മരിച്ചാൽ പുനർവിവാഹം ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ മെത്രാനാക്കാൻ പാടില്ലെന്നാണ് പൗലോസ് പറഞ്ഞത്. അതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് കാണാം. അപ്പോൾ ഈ പൗലോസും ബ്രഹ്മചാരിയായിരുന്നല്ലോ. എല്ലാവരും എന്നെ പോലെ ബ്രഹ്മചാരി ആയിരുന്നെങ്കിലും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 1 കൊരിന്തോസ് 7:1-7 മുതൽ. അപ്പോൾ ലൂക്കാസ് 18:29 അങ്ങനെയൊക്കെ ചില സൂചനകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ
നാലാം പ്രമാണത്തെ കർത്താവ് ലംഘിക്കാൻ പറയല്ല, നാലാം പ്രമാണത്തെ വിശാലമാക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിലും ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സഭ എന്ന കുടുംബം തീരെ മോശമൊന്നുമല്ല. ലോകത്തെ, അതായത് ഇന്ത്യയിലെ കണക്കൊക്കെ പറഞ്ഞാൽ ചെറിയൊരു സമുദായമായി നമ്മൾ എന്തുമാത്രം ആളുകളെയാണ് സംരക്ഷിക്കുന്നത്. സഭ എന്ന കുടുംബം, എയ്ഡ്സ് പേഷ്യൻസ്, കുഷ്ഠരോഗികള്, വിധവകള്, അനാഥര്, പ്രായമായവര്, ഇങ്ങനെ ഉള്ള ഒരുപാട് പേരെ സംരക്ഷിക്കുന്ന ഒരു വലിയ കുടുംബമാണ് നമ്മുടെ ഈ സഭ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ കർത്താവിന്റെ വ്യാഖ്യാനത്തിന്റെ പ്രായോഗികതയാണ് കാണുന്നത്. സഭ എന്ന കുടുംബം നമ്മുടെ ഇടവകളിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാനൊരു ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ 10-20 പേര് പ്രായം കഴിഞ്ഞിട്ടും കെട്ടിച്ചു വിടാതെ നിൽക്കുന്ന സ്ത്രീകള്. എന്താ കാര്യം? പണമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സൗന്ദര്യം ഇച്ചിരി കുറവ്. അപ്പൊ ഞാൻ അവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഈ ഇത്രയും നമ്മൾ 234 വീടുണ്ടായിട്ടും ഈ നമ്മുടെ ഇടവകയില് 10-20 കുട്ടികൾ പണമില്ലാത്തതിന്റെ പേര് കെട്ടിച്ചയക്കാൻ പോകുന്നത് അത് നമുക്കൊരു ശാപമാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ഇടവക ഒരു മുൻകൈ എടുക്കണം. അങ്ങനെ ഞങ്ങള് ഞാനപ്പോ ഇവരോട് ഞാൻ രഹസ്യമായിട്ട് വീട് എന്ന് പറഞ്ഞു, കല്യാണങ്ങൾ നിങ്ങൾക്ക് ചേരുന്ന ഒരു കല്യാണം വന്നാൽ എന്നോട് പറഞ്ഞിട്ടേ നോ പറയാവൂ, അത് ഈ പണമില്ലാത്തതിന്റെ പേരിൽ നോ പറയരുത്. അങ്ങനെ ഞങ്ങള് പലരെയും കെട്ടിച്ചു. ഒരു ഇടവകന്ന് കാഴ്ചെടുത്ത് ആരാർക്ക് പണം കൊടുത്തെന്ന കാര്യമൊന്നും വെളിപ്പെടുത്തിയില്ല, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ അവര് തന്നെ ചിലർ പറഞ്ഞു, കുറച്ചുപേര് പൈസ ഉള്ളവർ പറഞ്ഞു, ഞങ്ങൾ പണം അടയ്ക്കാം പാവപ്പെട്ടവരുടെ കല്യാണം നടത്താനായിട്ട്, അച്ഛൻ നിശ്ചയിച്ച് ആർക്കാ കൊടുക്കണേന്ന്. കാരണം ഈ പണം കൊടുക്കുന്നത് പരസ്യമാക്കി കഴിഞ്ഞാൽ അവർക്ക് നാണക്കേട് വരുമല്ലോ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ അവിടുത്തെ വിവാഹ സഹായനിധി എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിധി ആയിരുന്നില്ല. പണമുള്ളവര് പാവപ്പെട്ടവർക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന ഒരു വിവാഹ സഹായ നിധിയാണ് ഞാൻ അവിടെ തുടങ്ങിയത്. ഇപ്പോഴോ നടക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുടുംബം, ഒരു ഇടവക എന്ന കൂട്ടായ്മ, സഭ എന്ന കൂട്ടായ്മ വന്നപ്പോൾ ശരിക്കും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിട്ട് മാറുകയാണ്. ഇതൊക്കെ നമ്മുടെ എല്ലാവരും നടക്കുന്നില്ലേ? ആ ഇടവകയിൽ തന്നെയാണ് ഞാൻ ഈ സ്വച്ഛ ഭാരതക്ക് ഇപ്പോഴല്ലേ വന്നത്. ഞാനന്ന് MLA-യും കളക്ടറെയും പോയി കണ്ട് എത്രയോ പേർക്ക് കക്കൂസ് പണിയാനായിട്ട് പണം കൊടുത്തിട്ടുണ്ട്. ചിലത് ലോണായിട്ട്, നിസ്സാര ലോൺ, ഓക്കെ, അതായത് നിസ്സാര പലിശകളുടെ ലോണൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ചെയ്ത പുണ്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടല്ല, സഭ ചെയ്യുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധസ്ഥലങ്ങളിൽ പോലും ഈ ചാരിറ്റി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയാണ്. ഈ കത്തോലിക്ക സഭ ചെയ്യുന്ന ചാരിറ്റിയുടെ 10-1 വരില്ലേ മറ്റേത് മതവും ചെയ്യുന്ന ചാരിറ്റി. പക്ഷെ ഇതൊന്നും നമുക്ക് ഇങ്ങനെ പുറത്ത് കാണാനില്ലാത്തത് കൊണ്ട് പുറത്ത് മുഴുവൻ ഈ സഭയുടെ പുഴുക്കുത്തുകളാണ് എല്ലാവർക്കും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ താല്പര്യം. അതുകൊണ്ട് സഭയെ സ്നേഹിക്കാനോ സഭയിൽ അഭിമാനം കൊള്ളാനോ പലർക്കും കഴിയാതെ പോകുന്നു. ഈ നന്മ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. ഏതായാലും കർത്താവ് എന്ന് പറയുന്ന ഒരാളില് കുടുംബത്തെ ഒരു വലിയ വിശാലമാക്കുന്ന രീതിയാണ് കർത്താവ് ചെയ്തത്. അതുകൊണ്ട് കർത്താവ് സ്നേഹിക്കുന്നേക്കാൾ കുറഞ്ഞ സ്നേഹമേ അപ്പനോടും അമ്മയോടൊക്കെ പാടുള്ളൂ. എന്ന് വെച്ചാൽ അവർ നോക്കാതിരിക്കണമെന്നല്ല, മുമ്പത്തേക്ക് നന്നായിട്ട് നോക്കണം. പക്ഷേ അത് ദൈവസ്നേഹത്തെ പ്രതിയാകണം. ശാരീരികമായി ജന്മം കൊണ്ടത് മാത്രമല്ല. അപ്പോൾ നമ്മുടെ സ്നേഹത്തിനൊരു വിശുദ്ധീകരണം വരും. അതായത് സ്നേഹം എങ്ങനെ പല തട്ടുകൾ കഴിഞ്ഞ് ഒരു ഉയർന്ന മേഖലയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ ഉദാഹരണങ്ങൾ പറയാൻ ഒരുപാട് എന്റെ മനസ്സിൽ വരുന്നുണ്ട്. അതൊന്നും പറയേണ്ട സമയത്തല്ലോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങൾ ചുറ്റുവട്ടത്തും ഇങ്ങനെയുള്ള സ്നേഹമുള്ളവരുണ്ട്. അതായത് വിശുദ്ധമായ സ്നേഹത്താൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവര്. അത് വെറും അപ്പനോ അമ്മ ആയതുകൊണ്ട് മാത്രമല്ല, ദൈവസ്നേഹത്താൽ പ്രേരിതമായി, ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്നേഹം. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് 3 ഉപമകൾ പറയുന്നുണ്ട്. കർത്താവിനെ അനുഗമിക്കാനായിട്ട് വന്ന ആദ്യത്തെ ഉപമ ഗോപുരം പണി നിശ്ചയിക്കുന്നവനെ കുറിച്ചാണ്. അതായത് നമുക്ക് കെട്ടിടം പണിയണം, ആവശ്യത്തിന് പണം ഉണ്ടെങ്കിലേ അത് തുടങ്ങാവൂ എന്നാണ് കർത്താവ് പറയണേ. പണി ആരംഭിച്ച് നിർത്തിവെക്കുന്നതിൽ കാര്യമില്ല. പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കണക്ക് കൂട്ടി നോക്കണം. അതായത് ക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ വലിയ വില ആവശ്യപ്പെടുന്നു. ക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ ഇപ്പൊ നമുക്ക് എറണാകുളത്ത് അറിയാം, കർത്താവിനോട് ചേർന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയാണോ? വലിയ വിലയാണ് ആവശ്യപ്പെടുന്നത്. കാരണം എന്താ? കർത്താവിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് വികാരിച്ചമാരാണ് നമ്മൾ പീഡിപ്പിക്കണേ. കർത്താവിന്റെ ആളുകൾ എന്ന് പറഞ്ഞ മെത്രാന്മാരാണ് നമ്മൾ പീഡിപ്പിക്കണേ. അപ്പൊ കർത്താവിനെ അനുഗമിക്കാൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എത്രയാ? കുറെ പേര് അതൊക്കെ ഉപേക്ഷിച്ചു പോയി. ഈ സഭാവിശ്വാസികൾ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ സമരരംഗത്തൊന്നും വരുന്നില്ല. കാരണം എന്താ? ആ കർത്താവ് പറഞ്ഞ വില കൊടുക്കാൻ അവരുടെ കയ്യിലില്ല. പാതി വഴിയിൽ ഇട്ടേച്ചു പോകുന്നത് ശരിയല്ലെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അനുഗമിക്കാനുള്ള മനസ്സുറപ്പും ചങ്കുറപ്പും ഉണ്ടോന്ന് പരിശോധിക്കണം. പിന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന കുറെ വിലകളുണ്ട്, സഹനമുണ്ട്, ക്ലേശമുണ്ട്, ഉപദ്രവമുണ്ട്.
അതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും മറ്റും വലിയ സമർപ്പണം വേണ്ടേ? അതിനേക്കാൾ എത്രയോ വലിയ സമർപ്പണമാണ് ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും വേണ്ടി ജീവിക്കാൻ കൊടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്ന ആദ്യത്തെ ഉപമയിലൂടെ. രണ്ടാമത്തെ ഉപമ യുദ്ധം ചെയ്യാൻ വരുന്ന രാജാവും അതിനെതിരിടാൻ പോകുന്ന രാജാവുമാണ്. 20,000 ഭടന്മാരോട് കൂടെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ കഴിയുമോ ഇല്ലയോ എന്ന് ആദ്യമേ ആലോചിക്കാത്ത രാജാവ് ഉണ്ടാകുമോ? ഇല്ലെങ്കിൽ നയതന്ത്രത്തിലുള്ള യുദ്ധം ഒഴിവാക്കില്ലെന്ന കർത്താവ് ചോദിക്കുന്നത്. ഇതുപോലെ കുരിശിന്റെ തൂക്കവും നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ തമ്മിലൊന്ന് തൂക്കി നോക്കണം. കുരിശിന്റെ തൂക്കം, നമുക്ക് തരുന്ന കുരിശിന്റെ തൂക്കം, നമ്മുടെ വിഭവങ്ങൾ എന്താണ്? നമ്മുടെ വിഭവങ്ങളും സാമഗ്രികളും അത് ജീവൻ പോലെ ഉപേക്ഷിക്കാനുള്ള മനസ്സാണ് നമ്മുടെ വിഭവം. അതായത് കുരിശെടുക്കാനായിട്ട്, കുരിശ് പൊങ്ങണമെങ്കിൽ പ്രാണം കൊടുക്കാൻ തയ്യാറാവണം, അല്ലാതെ കുരിശ് പൊങ്ങില്ല. ദേശരാഷ്ട്രത്തിന് വേണ്ടി പട്ടാളക്കാർ ജീവൻ ബലികരിക്കുന്നു അല്ലേ? ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ സന്തോഷത്തോടെ പ്രാണം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണ്ടേ? അതാണ് കർത്താവ് ചോദിക്കുന്നത്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ വൈദികരും മെത്രാന്മാരൊന്നും ഇതിന് മാതൃകയല്ല. നമുക്ക് എല്ലാവരും അല്ല, കുറെ പേര്. മൂന്നാമത്തെ ഉപമ, ഉറ കെട്ടുപോയാൽ ഉപ്പിന് എന്ത് രസം. യേശുവിനോടുള്ള കൂറും വിശ്വസ്തതയുമാണ് ഉപ്പ് എന്ന് പറയണേ. ആദ്യത്തെ സ്നേഹവും തീക്ഷ്ണതയുമാണ് ഈ ഉപ്പ് എന്ന് പറയണേ. നമ്മൾ സെമിനാരിക്കല്ലേ പോകില്ല, അച്ഛനാകാൻ വേണ്ടി പോകുന്ന ദിവസം, കല്യാണം കഴിക്കാൻ പോകുന്ന ദിവസം, അന്നത്തെ ആദ്യത്തെ ആ സങ്കല്പങ്ങളും സ്നേഹവും തീക്ഷ്ണതയും സമർപ്പണമാണ് ഉപ്പ്. അത് കുറഞ്ഞാൽ, ഉപ്പരസം പോയാൽ പിന്നെ അതിന് രസം കൂട്ടാൻ പറ്റില്ല. യേശുമുള്ള ബന്ധം വഷളായാൽ, അത് ക്ഷയിക്കാനും വഷളാകാനും തുടങ്ങിയാൽ, നിർജ്ജീവമാകാനും തുടങ്ങിയാൽ പിന്നെ അതിന് ഈ ജീവിതത്തിന്റെ രസം നഷ്ടപ്പെടും. ഉപ്പിന്റെ ഉറ കെട്ടുപോകുന്ന പോലെയാണത്. ബന്ധം വഷളായാൽ അതിനേക്കാൾ വഷളാകുന്ന യാതൊന്നുമില്ല. അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോകുന്നവരെ യേശു വർണ്ണിക്കുന്ന വാക്കുകൾ നോക്കൂ. പണി തീരാത്ത വീടിന്റെ ഉടമസ്ഥൻ, കീഴടക്കപ്പെട്ട രാജാവ്, ഉറ കെട്ടുപോയ ഉപ്പ്. നമ്മുടെ പശ്ചാത്തലത്തില് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് അത് ചേരും. പണി തീരാത്ത വീടിന്റെ ഉടമസ്ഥരായിരിക്കുകയാണ് മെത്രാന്മാര്. കീഴടക്കപ്പെട്ട രാജാക്കന്മാരായിട്ടിരിക്കുകയാണ് അവര്. ഉറകെട്ടുപോയ ഉപ്പായി ഇരിക്കുകയാണ് അവര്. ഇത് അവരെക്കുറിച്ച് മാത്രമല്ല, ഞാനടക്കമുള്ള വൈദികരെ കുറിച്ചും കുടുംബജീവിതം നയിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇത് സത്യമായി വരാം. ഉറകെട്ടുപോയ ഉപ്പായി മാറരുത്. നമ്മൾ കീഴടക്കപ്പെട്ട രാജാവായി മാറരുത്. പണി തീരാത്ത വീടിന്റെ ഉടമസ്ഥരാകരുത്. മറിച്ച് കർത്താവിന്റെ കുരിശെടുക്കാൻ നമ്മൾ കൊടുക്കേണ്ട വിഭവം നമ്മുടെ പ്രാണനാണ്. നമ്മൾ ക്യാൻസർ വന്നോ, മറ്റേതെങ്കിലും തരം സ്ട്രോക്ക് വന്നോ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത്. ആ കുരിശെടുത്തിട്ട് ആ കുരിശിന് താഴെ ചതഞ്ഞരിഞ്ഞ് ചത്തുപോകുന്നത് എത്രയോ മനോഹരമാണ്. ഏതായാലും മരിക്കണം, അപ്പൊ കർത്താവിന് വേണ്ടി മരിക്കല്ലേ നല്ലത്? പ്രാണം കൊടുത്തും കർത്താവിന് കുരിശെടുക്കല്ലേ നല്ലത്? ഇങ്ങനൊരു ചിന്ത നമ്മളെ ഭരിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.